welcome to the screen. Okay, thank you, Navin sir. Audible അല്ലേ? Audible ആണ് madam. Visible ആണോ? Yes. Okay, thank you. അപ്പോ നല്ലൊരു ദിവസമല്ലേ, നല്ലൊരു തുടക്കം. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ഈ ഒരു സ്പെഷ്യൽ ദിവസത്തിലല്ലേ ഒരു സേവനം ചെയ്യാൻ പറ്റിയതില് സത്യം പറയുകയാണെങ്കിൽ അതും ഫിജി കാർഡ് ഫാമിലിയോടൊപ്പം നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫിജി കാർഡിൽ വന്നതിന് ശേഷം എല്ലാ ആഘോഷങ്ങളും അല്ലെ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവരോടും കൂടി അല്ലെ നമ്മുടെ ഫാമിലിയോടൊപ്പം ആഘോഷിക്കുന്നു അല്ലെങ്കിൽ അവരോടൊപ്പം ചേരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ നവീൻ സാറിനെ വെൽക്കം ചെയ്തിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഗുഡ് മോർണിംഗ് പറയണം. അപ്പൊ ക്യാമറ ഒക്കെ ഓൺ ചെയ്തിരുന്ന് ഈ ഒരു സെക്ഷൻ, ഇന്നത്തെ ഈ ഒരു സെവനെയും ഫുള്ളായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ശ്രദ്ധകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവാതെ അല്ലേ, നമുക്ക് ഓരോ സെവനെയും എല്ലാ ദിവസവും സെവനെയും എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആണ്. നമ്മുടെ ഈ ഒരു ബിസിനസ്സില് ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ബിസിനസ്സിൽ ഏറ്റവും നമ്മൾ ഫസ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ നമ്മളൊരു പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയാം, അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയുടെ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെവനെയും ക്ലബ്ബാണ്. അത് മനസ്സിലാക്കി മുമ്പോട്ട് പോകുന്ന ആൾക്കാരാണ് പെട്ടെന്ന് തന്നെ ലീഡർഷിപ്പിലും അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ വിജയത്തിലേക്കും എത്തുന്നതെന്നുള്ളത് ഉറപ്പായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ തെളിയിച്ചൊരു വ്യക്തിയാണ് ഞാനെന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് ആൾക്കാരല്ലേ, ഏകദേശം 1000-ഓളം ആൾക്കാർ ഇതിനകത്തുണ്ട്. പല ആൾക്കാർക്കും ഞാൻ ആരാണ് അല്ലെ എന്നറിയാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്തിരിക്കുന്ന ഒരുപാട് പുതിയ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താണ് അല്ലെ, എന്തായിരുന്നു ഞാൻ ഈ ഒരു ബിസിനസ്സിൽ വരുന്നതിന് മുമ്പ് ഞാൻ എന്തായിരുന്നു, ഇപ്പൊ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് അല്ലെ, എന്താണ് എന്റെ ലൈഫിൽ ഫിജി കാർഡിലൂടെ വന്ന മാറ്റങ്ങൾ അല്ലെ, പലർക്കും കേൾക്കാനായിട്ട് ആഗ്രഹം ഉണ്ടാവും അല്ലെ, എന്താണ് നമുക്ക് ഫിജി കാർഡിൽ വന്നതിന് ശേഷം നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ടുള്ള ആഗ്രഹങ്ങൾ ഒരുപാട് പേർക്കുണ്ടാവും. അപ്പം സാർ പറഞ്ഞതുപോലെ എൻ്റെ പേര് വിജി എന്നാണ്, തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഫിജി കാർഡ് എന്ന് പറയുന്ന ഈ ഒരു ദൈവസ്പർശമുള്ള ഈ ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 വർഷത്തോളമായി. ഇപ്പൊ ഞാൻ കമ്പനിയുടെ 10ാമത്തെ റാങ്ക് ആയിട്ടുള്ള സെഡസ്റ്റിയം എന്ന് പറയുന്ന റാങ്കിൽ നിന്നുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫിജി കാർഡ് എന്ന് പറയുന്ന കമ്പനിയിൽ വരുന്നതിന് മുമ്പ് അല്ലെ, ഇപ്പോ സെഡസ്റ്റിയം എന്ന് പറയുന്ന റാങ്ക് ഉണ്ട്, വിജി മാഡം അല്ലെ, വിജി എന്നൊരു വ്യക്തി വിജി മാഡമായി ഒരുപാട് ടീമുകളുണ്ട്. അപ്പൊ ഇതിന് മുന്നേ ഒരു വിജി ഉണ്ടായിരുന്നു, ആർക്കെങ്കിലും അറിയാവോ? ഏതെങ്കിലും പോസ്റ്ററിൽ എന്റെ ഫോട്ടോ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്നെ അറിയുന്ന ഒരാൾ പോലല്ലേ, എന്റെ ബന്ധുക്കളോ അല്ലെങ്കിൽ ചുറ്റുമുള്ള കുറച്ച് സുഹൃത്തുക്കളോ അല്ലാതെ എന്നെ അറിയുന്ന ആരും തന്നെ ഈ ലോകത്ത് ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ എങ്ങനെ ഞാൻ ഈ ഒരു ബിസിനസ്സിൽ എത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങളെപ്പോലെ തന്നെ അല്ലേ, പെട്ടുപോയതാണ്. പല ആൾക്കാരും പറയില്ലേ, പെടുത്തി അല്ലേ, നമ്മളെ കൊണ്ടുവന്ന ആൾക്കാർ പെടുത്തി. അങ്ങനെ ഞാനും പെട്ടുപോയ ഒരാളാണ്. ഒരുപാട് സന്തോഷത്തോട് പറയാണ്, ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണ ഫാമിലിയാണ് കേട്ടോ, എന്റെ ഒരു കുഞ്ഞു കുടുംബമാണ്. ഹസ്ബൻഡ്, അന്ന് മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എനിക്കൊരു മോളും കൂടിയുണ്ട്, വയസ്സായി. അപ്പൊ ഈ ഒരു കുഞ്ഞു ഫാമിലി എന്ന് പറയുന്ന സമയത്ത് ഒരു സാധാരണ കുടുംബം, ഒരു ഹസ്ബൻഡിന്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് 10,000 രൂപയിൽ താഴെയായിരുന്നു. വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു 10,000 രൂപ മാസം സാലറിയിൽ ഒരുപാട് പേര് ഈ ഒരു സമയം കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ, ആ ഒരു സാലറിയിൽ ജീവിക്കുന്ന ഒരുപാട് പേര് ഇതിനകത്തുണ്ടാവും. അപ്പൊ ആ ഒരു സാലറിയിലെ ജീവിതം എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, എന്തായിരിക്കും സ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പൊ അങ്ങനെ ജീവിച്ചു കൊണ്ടിരുന്ന സമയത്ത് നമുക്കറിയാം, ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുന്നത് ഒരുപാട് കടങ്ങൾ അല്ലേ. സാധാരണക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ പിറന്ന ഒരു സംഭവമാണ് കടങ്ങൾ എന്ന് പറയുന്നത്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ കടങ്ങളില്ലാതെ ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ കൂടപ്പിറപ്പ് പോലെ വന്ന കാര്യമാണ് കടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പോലും നമ്മള് സമാധാനമായിട്ട് ഉറങ്ങിയിട്ടില്ല എന്നുള്ളത് ഞാൻ ഹസ്ബൻഡൊന്നും നമ്മളിങ്ങനെ ചിന്തിക്കുമായിരുന്നു എപ്പോഴും, എങ്ങനെയെങ്കിലും കുറെ പൈസ നമുക്ക് ആരെങ്കിലും തന്നിരുന്നെങ്കിൽ വെറുതെ, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും കുറച്ച് പൈസ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ വെറുതെ കടങ്ങളൊക്കെ തീർത്തിട്ട് ഒന്ന് സമാധാനമായിട്ട് ഉറങ്ങാം എന്നുള്ള രീതിയിൽ നമ്മൾ പല ദിവസങ്ങളിൽ ഇങ്ങനെ ചിന്തിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കടങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരുപാട് ജോലികളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, പല ജോലികളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ സമയത്താണ് ഗൾഫിൽ ഒരു അവസരം വന്നത്, ഗൾഫിൽ പോയി രക്ഷപ്പെടാൻ. അല്ലെ, നമ്മുടെ സാധാരണ മലയാളികളുടെ ഒക്കെ ഒരു
എന്താണ് ആഗ്രഹമാണ്. എനിക്ക് സാധാരണ രക്ഷപ്പെടാതെ എന്താണ് കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ഒരു മനോഭാവമുണ്ട്. എന്താണ് ഗൾഫിൽ പോയാൽ ഇപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷപ്പെടാൻ പറ്റും, കോടീശ്വരനാവാം, അല്ലെ, വൈഫ് എന്നുള്ള രീതിയിൽ എനിക്ക് അവിടെ പോവാം, അവിടെ താമസിക്കാം, മോനെ അവിടെ പഠിപ്പിക്കാം. ഒരു സാധാരണക്കാരന്റെ ഒരു ചിന്താഗതി. തീർച്ചയായിട്ടും എനിക്കും അതുണ്ടായിരുന്നു, ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. അപ്പൊ മനസ്സോടെയാണെങ്കിലും അദ്ദേഹത്തിന് ഗൾഫിൽ പോകാനുള്ള ഒരു അവസരം വന്ന സമയത്തിന് പോവാം എന്നുള്ളൊരു ചിന്തയായിരുന്നു. പോവാം, എങ്ങനെയെങ്കിലും നമുക്ക് ഗൾഫിലെങ്കിലും പോയി രക്ഷപ്പെടാം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അപ്പൊ 1 ലക്ഷം രൂപയാണ് അന്ന് നമുക്ക് വിസയ്ക്ക് ചോദിച്ചിരുന്നത്. അവര് ഒരു നല്ലൊരു ജോലി എന്നുള്ള രീതിയിൽ 1 ലക്ഷം രൂപയാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ജോലി എന്താണെന്നൊന്നും പറഞ്ഞില്ല, എന്താണ് ജോലി എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ അദ്ദേഹം അവിടെ പോയ സമയത്ത് 1 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് വലിയ പ്രതീക്ഷയോടെ എന്താണ് കടത്തിന്മേൽ കടം വാങ്ങിയിട്ടാണ് പോകുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അവിടെ പോയപ്പോ വിചാരിച്ച ജോലിയല്ല ആളിന് കിട്ടിയത്. ആള് ഇവിടെ എന്താണ് ഓഫീസ് വർക്കോ അങ്ങനെയായിട്ടൊക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്. ആളിനല്ലാതെ ദേഹം അനങ്ങിയിട്ടുള്ള ജോലിയൊന്നും ആളിനെ കൊണ്ട് പറ്റില്ലായിരുന്നു. പക്ഷെ അവിടെ പോയ സമയത്ത് ഈ ഗ്ലാസ് വർക്കായിരുന്നു. ഗ്ലാസ് ഒക്കെ എത്രാമത്തെയോ നിലയിൽ ചുമന്ന് കയറ്റുന്ന തോളിൽ വെച്ചിട്ട് ഇങ്ങനെ ചുമന്ന് കയറ്റുന്ന ജോലിയൊക്കെ ആയിരുന്നു. പക്ഷെ ആള് നിന്നു. പ്രാരബ്ധവും അല്ലെങ്കിൽ നാട്ടിലെ കടം, വാങ്ങിയിട്ട് പോയ പൈസ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം അവിടെ പിടിച്ചിരുന്നു. പക്ഷെ 2 മാസം കഴിയുന്ന സമയത്ത്, ഫസ്റ്റ് മാസം കഴിഞ്ഞു, സാലറി കിട്ടിയില്ല. അപ്പൊ എന്തുകൊണ്ടെന്ന് ചോദിച്ച സമയത്ത് അത് 2ാമത്തെ മാസം എന്ന് പറഞ്ഞു. 2ാമത്തെ മാസം കഴിഞ്ഞ സമയത്തും സാലറി എന്ന് പറഞ്ഞ സാധനം കിട്ടില്ല. അപ്പൊ 2 മാസം അവിടെ സത്യം പറഞ്ഞാൽ ഫുഡ് പോലും നല്ലവണ്ണം കഴിക്കാൻ പറ്റാതെ ആള് കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പൊ 2 മാസം കഴിഞ്ഞിട്ടും സാലറി ഇല്ല. അപ്പൊ ഈ 2 മാസം കഴിഞ്ഞ സമയത്ത് ഇവിടെ നാട്ടില് ഒരുപാട് പ്രശ്നങ്ങളായി. പൈസ വാങ്ങിയ ആൾക്കാര് നമ്മൾ 1 മാസം കഴിഞ്ഞ് കൊടുക്കാന്നൊക്കെ പറഞ്ഞ് വാങ്ങിയ പൈസയാണ്. അപ്പം അങ്ങനെയൊക്കെ നിന്ന സമയത്ത് എനിക്കിവിടെ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇതുവരെ ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഒരു കാര്യങ്ങളും ഫേസ് ചെയ്യാത്ത ഒരാളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഓരോരുത്തർ എന്നെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് എനിക്ക് അത് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നു. ഹസ്ബൻഡിന് അവിടെ പ്രശ്നങ്ങൾ വന്നു. അപ്പൊ അങ്ങനെ ഹസ്ബൻഡിന് നാട്ടിലോട്ട് തിരിച്ചു വരേണ്ടി വന്നു. സാലറി ഇല്ല, അവിടെ ആളിന് സുഖമില്ലാതായി, എന്താണ് BP ഒക്കെ കൂടിയിട്ട് ടെൻഷൻ കയറിയിട്ട് അങ്ങനെ വീണ്ടും എന്ത് ചെയ്തു, ഞാൻ വേറൊരു പഴഞ്ചൊല്ലി പറയാം, ഇവിടെ പറയാൻ പറ്റില്ല. ആളെന്ത് ചെയ്തു, പോയതുപോലെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു വരാനാണ് ഉണ്ടായത്. പക്ഷെ വീണ്ടും നമ്മുടെ പ്രതീക്ഷകളൊക്കെ അവിടെയും പോയി എന്നുള്ളതാണ്. വീണ്ടും കടം കൂടി എന്നുള്ളതല്ലാതെ നമുക്ക് ജീവിതത്തിൽ വേറെ മാറ്റങ്ങളോ ഒന്നും നമ്മുടെ ലൈഫിൽ സംഭവിച്ചില്ല. വീണ്ടും ആൾ ഇവിടെ വന്നിട്ട് പഴയ ജോലിക്കാണ് പോയത്. അപ്പൊ അങ്ങനെ പഴയ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന സമയത്ത്, തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് അപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒന്നും പറ്റുന്നില്ല. ഒന്നും നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്കാണെങ്കിൽ ജോലിക്ക് പോണ കാര്യമേ ഇഷ്ടമല്ല. എനിക്ക് വീട്ടിലൊക്കെ മോനെ നോക്കി ഞാൻ എപ്പോഴും പറയും, സീരിയലൊക്കെ കണ്ട് രാവിലെ മുതൽ രാത്രി വരെയുള്ള എല്ലാ സീരിയലും ടിവിയും ഒക്കെ കണ്ട് വീട്ടിലിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പല വീട്ടമ്മമാരും അങ്ങനെ ആയിരിക്കും അല്ലേ, കുട്ടികളുടെ കാര്യമൊക്കെ നോക്കി വീട്ടിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളായിരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്കും കൂടി ജോലിക്ക് പോയാലേ പറ്റൂ എന്നൊരു അവസ്ഥ വന്നു. ഞാനും കൂടി ജോലിക്ക് ഇറങ്ങിയാലേ ഈ കടങ്ങളൊക്കെ നമുക്ക് തീർക്കാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കടയിൽ ഒരു ജോലിയുടെ ഇത് വന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ജോലിക്ക് ഇറങ്ങി. അപ്പം അന്ന് ലോക്ക്ഡൌൺ സമയമാണ്, നമ്മുടെ കൊറോണ ഒക്കെ വന്നിട്ട് ലോക്ക്ഡൌൺ സമയമാണ്. മോൻ സ്കൂളിലോട്ടൊക്കെ ആവുന്ന സമയമാണ്. പക്ഷെ അന്ന് സ്കൂളും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മോനെയും കൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകും, രാത്രി ഒരു 8:30 വരെയൊക്കെയാണ് ഷോപ്പുള്ളത്. ഈ ഇത്രയും സമയം ഹസ്ബൻഡും ആ സമയത്തൊന്നും വരും. ഇത്രയും സമയം ഞാൻ മോനെയും കൊണ്ട് ആ കടയിൽ ഇങ്ങനെ ഇരിക്കും. അതും ഒരു 10,000 രൂപ എന്തോ സാലറി അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ലോക്ക്ഡൌൺ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കട അവധിയായിരിക്കും. മിക്ക ദിവസങ്ങളിലും കട അവധി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ സാലറി ഒന്നും അവർ തരൂല. അപ്പൊ അങ്ങനെ എന്താണ് നമുക്ക് പോയിട്ട് വലിയ മെച്ചമൊന്നുമില്ല. അങ്ങനെ ഞാൻ ആ കടയിൽ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ന് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും എനിക്ക് ഭയങ്കര ബഹുമാനത്തോടു കൂടിയ പേര് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും എന്താണ് സന്തോഷത്തോടു കൂടി മാത്രമേ പേര് പറയാൻ പറ്റുള്ളൂ. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇന്ന് നമ്മുടെ കമ്പനിയുടെ നമ്മളെല്ലാവരും അല്ലെ അയൺ ലേഡി ലീഡർ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ഗ്രേറ്റ് ലീഡർ എന്ന് വിളിക്കുന്ന സബിത മാഡം, അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ഞാൻ കാണുന്നത്. അപ്പം ഇങ്ങനെ സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അങ്ങനെ ആയിരിക്കും, ഒരുപാട് പേര് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് അപ്പൊ ആള് എന്താണ് MBA ഒക്കെ കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ ഞാൻ ഈ സ്റ്റാറ്റസ് കാണുന്ന സമയത്ത് എന്റെ വിചാരം പുള്ളിക്കാരി എന്തോ ജോലിയിലൊക്കെ ചേർന്നു, അവിടുത്തെ എന്തോ ഇപ്പൊ കോട്ടിട്ട ആൾക്കാരുടെ ഫോട്ടോ, അല്ലെങ്കിൽ കാറ്, അല്ലെങ്കിൽ പൈസ ഒരുപാട് കിട്ടുന്ന അല്ലെ. നമ്മള് ഒരു 5,000 10,000 രൂപയ്ക്കകത്തുള്ള സാലറി നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ
ആള് എന്താണ് ലക്ഷങ്ങൾ ഇടുന്നു, അല്ലെങ്കിൽ 50,000 ഇടുന്നു. ഇങ്ങനെയൊക്കെ ഇട്ട സമയത്ത് എന്റെ മനസ്സിൽ പോയ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ആളെന്തോ ഒരു ജോലി ചെയ്യുന്നു, അപ്പൊ അതിനുള്ള സ്റ്റാറ്റസുകൾ ആൾ ഇടുന്നു എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത എന്ന് പറയുന്നത്. പക്ഷെ ആൾ എന്ത് ചെയ്തു, എന്നെ വിളിച്ചു. ഇതുപോലെ ഒരു ബിസിനസ് ഞാൻ ചെയ്യുന്നുണ്ട്, നല്ലതാണ്, ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂർ സാറിന്റെ ബിസിനസ് ആണെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഹസ്ബൻഡിനോടാണ് ആൾ ആദ്യം സംസാരിക്കുന്നത്, ഇതിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആള് ആദ്യം പറഞ്ഞൊരു മറുപടി എന്ന് വെച്ചാൽ ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല. ഒന്നാമത്തെ കാര്യം 100 പോയിന്റിന്റെ പ്രോഡക്റ്റ് എടുക്കണം. ഒന്ന് ആലോചിക്കണം, 1 രൂപ പോലും നമുക്ക് സത്യം പറഞ്ഞ സാലറി കിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് 1 രൂപ പോലും നമുക്ക് സ്വതന്ത്രമായിട്ട് എടുത്ത് ചെലവാക്കാൻ പറ്റാതിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അല്ലെ? കടം വാങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളും നമുക്കിനി കടം തരില്ല. കാരണം എല്ലാവരും എന്നും കടം വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്, അറിയുന്ന ആൾക്കാരെന്നെല്ലാം. അപ്പൊ കടം വാങ്ങി ഇതിനകത്ത് 100 പോയിന്റിന്റെ പ്രോഡക്റ്റ് എടുക്കാന്ന് വെച്ചാൽ അത് നടക്കാത്തൊരു കാര്യമാണ്. അപ്പൊ അതിലുപരി പൈസ അല്ലല്ലേ, നമ്മൾ ഫസ്റ്റ് പ്ലാൻ കേൾക്കുന്ന സമയത്ത് പൈസ അല്ല നമ്മുടെ നെഗറ്റീവ്. ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കില്ല. സാധാരണക്കാർ ഞാൻ ഈ ബിസിനസ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരു 10ഓ 12ഓ കോണ്ടാക്ട് മാത്രമേ എന്റെ ഫോണിലുള്ളൂ. ഒരു 12, അത് എന്റെ അമ്മ, അച്ഛൻ, സഹോദരി, അടുത്ത കുറച്ച് ഫ്രണ്ട്സ്, അങ്ങനെ ഒരു 12 പേരുടെ നമ്പർ എന്താണ് എന്റെ ഒരു കുഞ്ഞു ഫോണിനകത്തുണ്ടായിരുന്നത്. ഈ കോണ്ടാക്ട് വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്ന ഇത്രയും വലിയ റാങ്കുകളും കാര്യങ്ങളും പോവാൻ പറ്റുമോ എന്നുള്ളൊക്കെ ഉള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അതിലുപരി എന്റെ ഹസ്ബൻഡിന് ഈ ബിസിനസ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പൊ സബിത മേഡം ഇത് വിളിച്ചു പറയുന്ന സമയത്ത് ഫസ്റ്റ് ഹസ്ബൻഡ് പറഞ്ഞ, സബിത ഇത് പറ്റില്ല, ഒന്നാമത് വിജിക്ക് എന്താണ്. അപ്പൊ ഈ ബിസിനസിന്റെ പ്ലാൻ കേൾക്കുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ ഞങ്ങളുടെ വീട്ടിൽ വേറൊരു ടീം വന്നിട്ടുണ്ടായിരുന്നു. ഫിജിക്കാരന്റെ അല്ല, വേറൊരു MLM ചെയ്യുന്ന ഒരു ടീം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ പ്രോഡക്റ്റ് നമ്മൾ മാസം തോറും എടുത്തിട്ട് ഓരോ വീടുകളിൽ കൊണ്ടുപോയി വിൽക്കണം. ഇതായിരുന്നു അതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വീട് തോറും ഇറങ്ങി കയറി സാധനങ്ങൾ വിൽക്കാനുള്ള ഇതെനിക്കില്ല. അത് ഹസ്ബൻഡിനും അറിയാം, ഹസ്ബൻഡിനും താല്പര്യമില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുന്ന സമയത്താണ് സബിത മേഡം ഈ ഒരു പ്ലാൻ പറയുന്നത്. അപ്പൊ സബിത മേഡം ഈ ഒരു പ്ലാൻ പറയുന്ന സമയത്ത് സെയിം അല്ലെ, MLM എപ്പോഴും സെയിം സിസ്റ്റം ആയിരിക്കും, സെയിം കാര്യങ്ങളായിരിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വന്നത് ആ ഒരു കാര്യമാണ്. അപ്പം പറഞ്ഞു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ആള് പറഞ്ഞു, സബിത ഇത് പറ്റില്ല, ഞങ്ങൾ ഇതിനെ കുറിച്ച് കേട്ടു, ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമില്ല, നീ വിട്ടേക്കെന്ന് പറഞ്ഞ് എന്ത് ചെയ്ത് ആള് നോ പറഞ്ഞു. പക്ഷെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം ഫിജിക്കാട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ വരുമാനം അങ്ങനെ ഒന്നുമല്ല. സബിത മേഡം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു കാര്യം ചെയ്യണമെങ്കിൽ, ഒരു കാര്യം എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരാളാണ്, ഒരു കാര്യം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല. സബിത മേഡം എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാല് രണ്ടാമത് അതിനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ നമ്മൾ അതിന്റെ പുറകെ ഒന്ന് അന്വേഷിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം അത്രയും ആള് പഠിച്ചിട്ടായിരിക്കും നമ്മളോട് ഒരു കാര്യം സംസാരിക്കുന്നത്, ഒരു കാര്യം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. ഒന്നും അറിയില്ല ഇതിനെ കുറിച്ച്, ഇതിന്റെ പ്ലാനും കാര്യങ്ങളും ഒന്നും എനിക്കൊന്നും മനസ്സിലായില്ല, ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ എന്തൊക്കെ ഇതിനകത്ത് കിട്ടുമെന്നും ആളെ വിശ്വസിച്ച് നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷെ ആളെന്ത് ചെയ്യുന്നു, ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, വീട്ടിൽ ഒരു രീതിയിലും സപ്പോർട്ട് തരുന്നുണ്ട്. നമുക്കറിയാലേ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് തീരുമാനമൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കൂടെ ഉള്ള ഒരാളുടെ സപ്പോർട്ട് എന്തായാലും വേണം, അത് ഹസ്ബൻഡ് ആയാലും വൈഫ് ആയാലും. ഓക്കെ, അപ്പൊ അങ്ങനെ പോയി ഏകദേശം ഒരു 6 മാസം ഞാൻ ആ കടയിൽ അപ്പോഴും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് സബിത മേഡം റാങ്കുകളൊക്കെ ആവുന്നു. റാങ്കുകളാണെന്ന് എനിക്കറിയില്ല, എന്തൊക്കെ പോസ്റ്റർ സബിത മേഡത്തിന്റെ വരുന്നു, ആള് കാറ് ബുക്ക് ചെയ്യുന്ന പോസ്റ്റർ, ഇങ്ങനെയൊക്കെ ഞാൻ ഡെയിലി ഇത് പാസ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഇതിലുപരി ആൾ എന്നോട് ഒരു കാര്യം പറഞ്ഞിട്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള നിലയ്ക്ക് എനിക്കത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമം. പക്ഷെ ഈ 6 മാസം കൊണ്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഈ കടങ്ങൾ എന്ന് പറഞ്ഞ സാധനം കൂടി എന്നുള്ളതില്ല. പൈസ വരുമാനം കുറവും, പക്ഷെ നമുക്ക് ചെലവുകൾ നമ്മളെ കയ്യിൽ നിൽക്കാത്ത രീതിയിലോട്ട് പോണ സമയമായ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇനി നമുക്ക് വേറൊരു വഴിയില്ല, ആത്മഹത്യ മാത്രമേ ഉള്ളൂ. അല്ലേ, നമ്മൾ സാധാരണക്കാർ ചിന്തിക്കുന്ന കടങ്ങൾ കൂടുന്ന സമയത്ത് എന്തായിരിക്കും ചിന്തിക്കുന്നത്, നമുക്ക് ആത്മഹത്യ ചെയ്യാം, അല്ലാതെ വേറെ വഴിയില്ല, ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല, ആരും സഹായിക്കാനില്ല. ഇപ്പൊ എത്ര സഹായിച്ചാലും നമുക്ക് ഇത്രയും ലക്ഷം ഒന്നും തന്ന് ആരും സഹായിക്കാനൊന്നും കാണൂല. അല്ലെങ്കിൽ അല്ലെ എത്രയെന്നും പറഞ്ഞിട്ട് ഓരോരുത്തർ തരും. അപ്പൊ നമ്മൾ തീരുമാനിച്ചിങ്ങനെ നമുക്കിത് ആത്മഹത്യ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് ഒരു മോനുണ്ട്, അന്ന് അവന് 5-6 വയസ്സ് പ്രായമാണ്. അപ്പൊ അവനെ നമുക്ക് ഇട്ടിട്ട് ഒന്നും ചെയ്യാൻ നമുക്കില്ല. അവനെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ അത് നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. നമ്മൾ ഇങ്ങനെ ഒരു മാനസികാവസ്ഥ ഇരുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിക്കും, സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പറയാണ്, സബിത പറഞ്ഞ കാര്യം നമുക്ക് നോക്കിയാലോ, ഞാനൊന്ന് നോക്കട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ആളൊന്നും ഞാൻ നടക്കില്ല,
വെറുതെ പൈസ പോവും എന്നുള്ളൊരു അല്ലാതെ നിന്നെ കൊണ്ട് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ഇതൊക്കെ സബിതയ്ക്ക് പറ്റുന്ന കാര്യങ്ങളാണ് എന്നുള്ള രീതിയിലാണ് ആളുടെ വീണ്ടും ആള് എന്നെ, അല്ലെങ്കിൽ നീ അത് ചെയ്യ്, നിനക്ക് പറ്റുമെന്ന് എൻ്റെ അടുത്ത് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എന്ത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഒന്നുകിൽ മരിക്കേണ്ടി വരും, ഒന്നുകിൽ നമുക്ക് ഈ കടങ്ങള് കൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല, മരിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് നോക്കാം. നമ്മൾ എന്തായാലും ഇത്രയും രൂപ കടം കയറി അല്ലേ, ഇതിന്റെ കൂടുതൽ നമുക്ക് ഇത് ചെയ്ത് നോക്കാം, സക്സസ് ആയാലും പോട്ടെ. അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എനിക്കിത് ചെയ്യണം, ഇത് ചെയ്തേ പറ്റൂ, വേറൊരു വഴിയില്ല എന്നുള്ള രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് ആൾ എന്ത് ചെയ്തു, സമ്മതിക്കേണ്ടി വന്നു. എന്റെ അടുത്ത് പറഞ്ഞ ഒരൊറ്റൊരു കാര്യം, നീ ചെയ്തോ പ്രശ്നമൊന്നുമില്ല, പക്ഷെ നാളെ മഹേഷേട്ടാ എനിക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന് കരയരുത്, കരഞ്ഞുകൊണ്ട് എന്റെ അടുത്ത് വരരുത്. കാരണം എന്റെ ഒരു സ്വഭാവം വെച്ചാൽ ഞാൻ അധികം ആരായിട്ട് എനിക്ക് വലിയ ഫ്രണ്ട്ഷിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല, അല്ലെങ്കിൽ ആരായിട്ട് കോണ്ടാക്ട് ഇല്ല. അപ്പൊ നമുക്കറിയാം ഫിജിക്കാരനകത്ത് കോണ്ടാക്ട് ഒരുപാട് വേണം, ഇതൊക്കെ നമ്മുടെ ചിന്ത ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് കഴിവ് വേണം. ഞാൻ ഒരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ ജീവിച്ച ഒരാളാണ്, ഇതുപോലെ സംസാരിക്കാനോ കാര്യങ്ങളോ ഒന്നും അന്നും നമുക്ക് അറിയില്ല. അപ്പം ആ ഒരു ആളിന് ഇതുപോലെ ഒരു ബിസിനസ് ഒരിക്കലും പറ്റില്ല എന്ന് വിചാരിച്ച ഒരാളാണ് ഞാനെന്ന് പറഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്കണം. അല്ലെങ്കിൽ ഒരുപാട് എന്താണ് പുറം ലോകമായിട്ട് ബന്ധമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരാള്, അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ചു, നടക്കുന്നെങ്കിൽ നടക്കട്ടെ, പോകുന്നെങ്കിൽ പോകട്ടെ. എപ്പോഴും ഞാന് എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഞാൻ ഇങ്ങനെയാണ്, നടക്കുന്നെങ്കിൽ നടക്കട്ടെ, പോണെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ എന്ത് കാര്യം തീരുമാനം എടുക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഫിജി കാർഡിന്. ഞാൻ ഒരൊറ്റ കാര്യം പറഞ്ഞില്ല, ഞാൻ കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുത്ത് വരില്ല ഒരിക്കലും. ഞാൻ കരഞ്ഞുകൊണ്ട്, ഇന്ന് ഞാൻ ഇതൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് കൊണ്ട് എന്റെ കഥകൾ തീർന്നല്ലേ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് എന്റെ ഞാൻ ബിസിനസ് വരുന്നതിന് മുൻപുള്ള എന്റെ ജീവിതം തീർന്നു. പക്ഷെ ഇതൊക്കെ അനുഭവിച്ച് വന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ പല സമയത്ത് അതിരുന്ന് ആലോചിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സമയമായിരുന്നു. അപ്പം ആളുടെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ശരി ഞാൻ ഇത് ചെയ്യാൻ പോവുകയാണ്. ഉടനെ തന്നെ ഞാൻ സബിതാ മേഡത്തിനെ വിളിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരുപാട് ഫോളോ അപ്പ് സബിതാ മേഡം ചെയ്യുന്നുണ്ട്, പക്ഷെ ആള് ഒരു രീതിയിലും അടുക്കുന്നില്ല. അവസാനം സബിതാ മേഡത്തിന്റെ കോള് വരെ ആളെ എടുക്കാതിരിക്കുന്ന അവസ്ഥയിലെത്തി. കണ്ടാൽ പോലും ഇതോ വിളിക്കുന്നുണ്ട് അല്ലേ, ഇതാ വിളിക്കുന്നുണ്ട്, അത് പറയാനാണ്, എടുക്കണ്ട. വെറുതെ ആള് അല്ലാതെ വിശേഷം ചോദിക്കാൻ പോലും വിളിച്ചാൽ പോലും ഹസ്ബൻഡ് എടുക്കാത്ത അവസ്ഥയിലോട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ ലാസ്റ്റ് എന്റെ തീരുമാനത്തില് എന്താണ്, എന്റെ ഇഷ്ടത്തില്, എന്റെ ഒറ്റ വാശിയിൽ ഞാൻ ഫിജിക്കാർഡിൽ ജോയിൻ ചെയ്തു. ഈ ജോയിൻ ചെയ്യണ സമയത്ത് ഞാൻ സവിതാ മേഡത്തിന്റെ അടുത്ത് ഒരൊറ്റ കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഇതിന്റെ പ്ലാനോ കാര്യങ്ങളോ ലക്ഷങ്ങളോ കോടികളോ കാറോ വീടോ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാനിപ്പോ കടയിൽ ഒരു 10,000 രൂപ സാലറിക്കാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. ഒരു 500 രൂപ എന്റെ വീട്ടില് എനിക്ക് ജോലിക്ക് എന്റെ മോനെയും കൊണ്ട് പുറത്തിറങ്ങാതെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഒരു ദിവസം എനിക്ക് കിട്ടും. ഒരു ദിവസം എനിക്ക് 500 രൂപ മതി. കൂടുതൽ എത്ര കിട്ടിയാലും സബിതാ മേഡം എടുത്തോ. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, കൂടുതൽ എത്ര കിട്ടിയാലും സബിതാ മേഡം, നമുക്ക് എവിടെന്നെങ്കിലും വെറുതെ ഒരു 500 രൂപ ഡെയിലി കിട്ടുമോ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, 500 രൂപയിൽ കൂടുതൽ കിട്ടിയ സബിതാ മേഡം എടുത്തു, പക്ഷെ എനിക്ക് അത്ര രൂപ ഒരു ദിവസം മതി. ഓക്കെ ശരി എന്നുള്ള രീതിയിൽ ഞാൻ ഫിജിക്കാർഡിൽ ഐഡിയ അടിക്കുന്നു. വലിയ പ്രതീക്ഷയോടൊക്കെ ഇപ്പം വന്നിട്ട് 500 രൂപയൊക്കെ ഡെയിലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലൊക്കെ ഒന്ന് കയറുന്നു. കയറിയ സമയത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഫസ്റ്റ് പറഞ്ഞതുപോലെ പെട്ടു എന്ന് മനസ്സിലായത്. കാരണം രാവിലെ 6 മണി എന്ന് പറയുന്ന സമയമൊന്നും എന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ 6:30 എന്ന് പറയുന്ന സമയമൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഉറക്കം മുഖ്യം പീലേ എന്ന് പറയും പോലെ എത്രത്തോളം നമുക്ക് ഉറങ്ങാൻ പറ്റുമോ അത്രത്തോളം ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അല്ലേ. അപ്പം അങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ രാവിലെ 6:30 ആകുമ്പോൾ കോള് വരും, ജിഷ്ണു സാറിനെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ലായിരുന്നു. ഈ മനുഷ്യനെ എങ്ങനെ ഒഴിവാക്കാന്ന് വരെ, തട്ടിക്കളയാതെ വരെ പല ആൾക്കാരും ഇതിനകത്ത് ചിന്തിച്ചിട്ടുണ്ടല്ലേ ലീഡേഴ്സിനെ. രാവിലെ സമാധാനം, ഇന്ന് തന്നെ എത്ര പേരല്ലേ 7am ശല്യം രാവിലെ തുടങ്ങി എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ലീഡേഴ്സിന് വേണ്ടി എത്ര പേര് ഇന്ന് ഇതിനകത്ത് ത്യാഗി ഇരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലേ ഉറക്കം പോയിട്ട്. അപ്പൊ അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മളും ആ കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണ്. രാവിലെ ലീഡേഴ്സിന്റെ കോള് വരുന്ന സമയത്ത് ഉറങ്ങാനും സമ്മതിക്കില്ല, ഇതൊക്കെ എന്തും ശല്യം എന്ന് വെച്ചിട്ട് പതുക്കെ എന്ത് ചെയ്യും, എണീക്കും. കാരണം ജിഷു സാറിന്റെ സബിതാ മേഡത്തിന്റെ കോളുണ്ട്, നമ്മൾ എണീക്കും. എണീറ്റ് എന്ത് ചെയ്യും, നമ്മുടെ സെയിം പരിപാടി തന്നെ, ക്യാമറ ഓഫ് ചെയ്യും, ഒരു സൈഡിലോട്ട് വെക്കും, കാട്ട് കിടന്നുറങ്ങും. ഇതായിരുന്നു നമ്മുടെ പരിപാടി. അപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്താലേ നമുക്ക് കിട്ടുമെന്ന് എല്ലാവർക്കും അറിയില്ല. നമ്മൾ ചെയ്യാതെ ആർക്കും കൂടെ ഒന്നും കിട്ടും, നമ്മൾ തനിയെ ചെയ്യാതെ നമുക്കിവിടെ ആർക്കും ഒന്നും കിട്ടില്ല എന്നറിയാം. പക്ഷെ ഞാൻ നല്ലവണ്ണം ഉഴപ്പി. കാരണം എനിക്ക് ആ സമയത്ത് തലവേദന കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് എക്സ്ക്യൂസ്. സബിതാ മേഡം വിളിക്കുന്നു, സബിതാ മേഡം തലവേദനയാണ്, എനിക്ക് എണീക്കാൻ പറ്റില്ല, ഡോക്ടർ പറഞ്ഞു ഉറങ്ങാനായിട്ട് പറഞ്ഞു. ശരി വിജി മേഡം റെസ്റ്റ് എടുത്തോ, കിടന്നോ, കുഴപ്പമില്ല. ഞാൻ ഒരു സൈഡില് എന്താണ് വോളിയം കുറച്ച് വെച്ച്, ഇന്ന് പല ആൾക്കാരും ഇതിനകത്ത് ചെയ്യുന്നുണ്ടായിരിക്കും,
ഓഡിയോ കുറച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. 8 മണി കഴിയുമ്പോ ഗ്രൂപ്പിനകത്ത് ഭയങ്കര കമന്റ് അല്ലേ, മീറ്റിംഗിൽ എന്താണെന്ന് പോലും ഞാൻ കേട്ടിട്ടുണ്ടാവൂല. ആളെ എന്താണ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഭയങ്കരമായിട്ട് കമന്റ് ഇട്ട് ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകരുത്. ഈ മുന്നോട്ട് പോണ സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. എനിക്ക് ശേഷം വന്ന ആൾക്കാരും എന്റെ കൂടെ ജോയിൻ ചെയ്ത ആൾക്കാരൊക്കെ എന്തൊക്കെയോ ഇതിനകത്ത് ആവുന്നുണ്ട്. വരുമാനം വാങ്ങുന്നുണ്ട്, പത്താങ്ക് അടിക്കുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇതിനകത്ത് സംസാരിക്കുന്നുണ്ട്, ആൾക്കാരുടെ പോസ്റ്ററുകൾ വരുന്നുണ്ട്. ഞാൻ മാത്രം ഇങ്ങനെ ഉറങ്ങി ഒരു സൈഡിലോട്ട് ഇരിക്കുന്നു. ഒരു വരുമാനവും ഒന്നും കിട്ടുന്നില്ല. ഒന്നും എനിക്ക് മാത്രം ഒന്നുമില്ല. ഒരാളെ ജോയിൻ ചെയ്തു എന്നുള്ള രീതിയിലല്ലാതെ എനിക്കൊരു മാറ്റവും ഫിജി കാർഡിൽ വന്നില്ല. അങ്ങനെ 3 മാസം വരെ ഏകദേശം എനിക്ക് ഫിജി കാർഡിന്റെ ഒരുപാട് ഇതിനിടയ്ക്ക് ഒരുപാട് പേര് സബിത മേഡം ഒക്കെ എന്നും വിളിച്ചിട്ട് ഗ്രൂപ്പിൽ എന്താണ് ഗസ്റ്റ് നെയിം ഇടും. BOP ഉണ്ടല്ലോ, നമുക്ക് BOP ഗസ്റ്റ് നെയിം ഇടും. ഞാന് 5 പേരുടെ നെയിം അന്ന് ഇടാൻ പറയും. ഞാൻ അടുത്തുള്ള ആൾക്കാരൊക്കെ 5 പേരിടും. കള്ളത്തരമാണ് കേട്ടോ, 5 പേരിടും. പക്ഷെ എന്നിട്ട് വിളിച്ചു പറയും ഈ 5 പേരും കയറിയില്ല മേഡം, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല മേഡം. ഉടായ്പായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഞാൻ ചെയ്ത കാര്യങ്ങളാണ് ഓപ്പൺ ആയിട്ട് പറയുന്നത്. എന്നിട്ട് ഈ തലേ ദിവസം ഇട്ട പേരിനെ വീണ്ടും പിറ്റേന്നിടും. അപ്പൊ സബിത മേഡം പിടിക്കും, ഇത് നീ ഇന്നലെ ഇട്ട പേരല്ലേ, ഇതെന്താ വേറെ ആൾക്കാരില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ പിടിക്കുമായിരുന്നു. ഇങ്ങനെ ഉടായ്പിന്റെ ഉസ്താദായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒന്നും ഞാൻ ആയിട്ടില്ല, ഒന്നും ആവുന്നില്ല. എങ്ങനെ ആവും, ഞാൻ ചെയ്യുന്നില്ല. ഇങ്ങനെ പോയ സമയത്താണ് എനിക്ക് മനസ്സിലായി ഇനി ഇങ്ങനെ ഇരുന്നിട്ട് കഴിഞ്ഞാല് കാര്യം നടക്കൂല. അപ്പൊ ജിഷ്ണു സാറൊക്കെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നും എന്താണ് നിങ്ങളെയൊക്കെ ലീഡേഴ്സ് ഉപദേശിക്കപ്പെടുന്നുണ്ട്, ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല മേഡം, അത് ചെയ്യണം ഇത് ചെയ്യണം. ജിഷ്ണു സാറിനെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ലായിരുന്നു. അങ്ങനെ ഒരു 3 മാസം കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്യാതെ അല്ലെങ്കിൽ ഞാൻ ഇറങ്ങാതെ ഇതിനകത്ത് ഇനി ഒന്നും നടക്കില്ല. കാരണം എല്ലാവരും റാങ്ക് ആവുന്നു, വരുമാനം വാങ്ങുന്നു, എനിക്ക് മാത്രം ഒന്നുമില്ല അല്ലെ. അത് കമ്പനിയുടെ കുറ്റമാണോ അല്ലെ? ഇതിൽ ആർക്കൊക്കെയോ സീലിംഗ് അടിക്കുന്നു, ആരൊക്കെയോ റാങ്ക് അപ്ഡേറ്റ് ചെയ്യുന്നു, ആർക്കൊക്കെയോ പൈസ കിട്ടുന്നു, നമുക്കൊന്നും കിട്ടുന്നില്ല. കമ്പനിയുടെ കുറ്റമാണോ അല്ലെ? നമ്മളെ കൊണ്ടുവന്ന ആളുടെ കുറ്റമാണോ? ബിസിനസിന്റെ കുറ്റമാണോ? അല്ല, നമ്മുടെ മാത്രം കുറ്റമാണോ അല്ലെ? അത് ഞാൻ പക്ഷെ ആ തിരിച്ചറിവൊക്കെ എനിക്കുണ്ടായിരുന്നു, ആ ഒരു ബോധം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 3 മാസം കഴിഞ്ഞ സമയത്ത് കോണ്ടാക്റ്റിലുള്ള ഒരാളും ഇതെന്താണെന്ന് പോലും കേൾക്കാൻ നിൽക്കുന്നില്ല. ഇതെന്താണ്, അത് ഞാൻ ചെയ്യുന്ന ഫോളോ അപ്പിന്റെ കുഴപ്പമാണോ, ഞാൻ ചെയ്യുന്ന പ്ലാൻ പറയുന്നതിന്റെ കുഴപ്പമാണോ, എന്താണെന്ന് അറിയില്ല. ഇതെന്താണെന്ന് പോലും ആൾക്കാർ എന്താണ് ചോദിക്കാതെ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ. ഞാൻ അപ്പോഴത്തേക്ക് സബിത മേഡത്തിനെ പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല, ഞാനിത് നിർത്താൻ പോവുകയാണ്. ഇതിനിടയ്ക്ക് നമുക്കറിയാലേ, ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തുടങ്ങിയ സമയത്തുള്ള ആൾക്കാർക്ക് അറിയാം, കംപ്ലീറ്റ് നെഗറ്റീവ് ആണ്. കംപ്ലീറ്റ് നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ബിസിനസ് ഒക്കെ തുടങ്ങി എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാർക്ക് അറിയുന്നത് എന്നിലൂടെയാണ്. ഇതൊക്കെ പറ്റിപ്പാണ്, ബോബി സാർ കള്ളനാണ് അല്ലെ, അയാൾക്ക് ഒരു എന്താണ് പാന്റ് വാങ്ങാൻ പോലും പൈസ അല്ലേ, ഒരു മുണ്ട് കൊടുത്തുകൊണ്ടാണ് നടക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ്. നീ ചെന്ന് പെട്ടു അല്ലേ, എല്ലാവരും കേട്ട കാര്യങ്ങളായിട്ട് നീ ചെന്ന് പെട്ടു, നമ്മുടെ പൈസ കളയാനാണോ, ഞങ്ങൾക്ക് തരാനുള്ള പൈസ നിനക്ക് തരാനില്ല, ഇതിലൊക്കെ ചെന്ന് ചേരാനായിട്ടും ആവശ്യമില്ലാതെ പൈസ കളയാനായിട്ടൊക്കെ നിനക്ക് പൈസ ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കംപ്ലീറ്റ് നെഗറ്റീവുകൾ കേട്ട് ഞാൻ മൊത്തത്തില് കിളിപോയിരിക്കുന്ന സമയത്ത് ഞാൻ സബിത മേഡത്തെ വിളിച്ചു പറഞ്ഞു, ഇത് എന്നെ കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ വിടാൻ പോവുകയാണ്. അപ്പൊ സബിത മേഡം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് ഈ നെഗറ്റീവ് പറഞ്ഞ അല്ലെങ്കിൽ നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിന്റെ കടങ്ങൾ തീർക്കുമോ? നിനക്ക് ഒരു നേരത്തെ ഫുഡിനുള്ള വഴി ഇവരാരെങ്കിലും നിനക്ക് കൊണ്ടു തരുമോ? എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്. അല്ലെങ്കിൽ നിനക്കൊരു മാസം വിജയ് ഇത് കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞിട്ട് നിന്റെ കയ്യിൽ കൊണ്ടുതരുന്ന ആരെങ്കിലും ആണോ ഈ നെഗറ്റീവ് പറഞ്ഞ് നിന്നെ പിന്തിരിപ്പിക്കുന്നത്? നിന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കില്ലല്ലോ, ഉറപ്പാണോ? ഞാൻ പറഞ്ഞ അല്ല. അപ്പൊ പിന്നെ നീ എന്തിനാണ് അവരുടെ വാക്കുകൾ കേൾക്കുന്നത്? നിന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഞാനാണ്, നിനക്കിത് പറ്റും എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. നീ ഞാൻ പറയുന്ന കാര്യങ്ങള് കേട്ട് എന്നോടൊപ്പം നിൽക്കുക എന്ന് പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്താണ് സത്യം പറഞ്ഞ ഇന്ന് ഞാൻ ഈ ഫിസിക്കൽ ഇന്നും നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവിടെ നിന്ന് നമുക്കൊരു AOP, സബിത മേഡം ആദ്യമായിട്ടൊരു AOP ഫസ്റ്റ് ടൈം നമുക്ക് എറണാകുളത്ത്, അദ്ദേഹം എനിക്ക് സബിത മേഡം എന്നൊരു STM ആ ഒരു റാങ്കിൽ നിൽക്കുന്ന STM ആണെന്ന് തോന്നുന്നു. ആ ഒരു റാങ്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു AOP നമുക്ക് എറണാകുളത്തേക്ക് സത്യം പറഞ്ഞ ആ ഒരു AOP വന്ന് ഒരു മീറ്റിംഗ് വന്നു. ഞാനത് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് ഒരുപാട് മീറ്റിങ്ങുകൾ ഫിസിക്കാളിൽ വരില്ലേ, ഒരു BTP ട്രെയിനിങ് ആയിക്കോട്ടെ, ഒരു 7 ക്ലബ് ആയിക്കോട്ടെ, ഒരു ടീം മീറ്റിംഗ് ആയിക്കോട്ടെ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എത്ര മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്താലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫിജി കാർഡിന്റെ എന്താണ് വഴി തുറക്കുന്നതെന്ന് ഞാൻ പറയും. കാരണം അത്രയും ദിവസം സൂമില് ജിഷ്ണു സാറ്, സബിത മേഡം, പല ലീഡേഴ്സ്, സാറ്, അനൂപ് സാർ, ഇങ്ങനെയുള്ള ഒരുപാട് ലീഡേഴ്സിന്റെ 7 AM ടീം മീറ്റിങ്ങുകളും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്.
പക്ഷെ അവിടെ ഒന്നും കിട്ടാത്ത എന്തോ ഒരു പവർ, എന്തോ ഒരു സാധനം എനിക്ക് അന്നത്തെ AOP കിട്ടി എന്നുള്ളതാണ്. അല്ലേ? പല മീറ്റിങ്ങുകളും നമ്മൾ ഒഴിവാക്കി വിടാറുണ്ട് പല പല കാരണങ്ങളിൽ. പക്ഷെ ഞാൻ അന്ന് ആ ഒരു AOP അറ്റൻഡ് ചെയ്ത് എനിക്കറിയില്ല എനിക്ക് എന്താണ് അവിടെ കിട്ടിയത് ഇന്ന് എനിക്കറിയില്ല. ഞാൻ മുറ്റത്തിറങ്ങിയ സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ആ ഹോട്ടലിന്റെ സ്റ്റെപ്പ് ഇറങ്ങി ഞങ്ങള് ബൈ പറഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ജിഷ്ണു സാറിനോട് ഒരു കാര്യം പറഞ്ഞു. ഒറ്റ കാര്യം ഞാൻ ജിഷ്ണു സാറിനോട് പറഞ്ഞോളൂ, ജിഷ്ണു സാറേ, ഇനി എന്നെ പിടിച്ചാ കിട്ടില്ല, ഇനി എന്നെ പിടിച്ചാ കിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, കോണ്ടാക്ട് ഇല്ല, ഒരാൾ എസ് പറഞ്ഞിട്ടില്ല, ആരും എന്നോടൊപ്പം ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരൊറ്റ കാര്യം കോൺഫിഡന്റോട് കൂടി എനിക്ക് അവിടെ നിന്ന് പറയാൻ പറ്റി, ജിഷ്ണു സാറേ ഇനി എന്നെ പിടിച്ചാ കിട്ടില്ല എന്നുള്ള കാര്യം. പക്ഷെ അന്ന് മുതൽ ഞാൻ ഇതിനു വേണ്ടി തുനിഞ്ഞിറങ്ങി എന്നുള്ളതാണ്. തുനിഞ്ഞിറങ്ങിച്ച രണ്ട് കൽപ്പിച്ച ഒരു നെഗറ്റീവോ അല്ലെങ്കിൽ ഈ പ്ലാൻ പറയുന്ന സമയത്ത് നോ പറയുന്നവരെ എന്താണ്, അയ്യോ നോ പറഞ്ഞല്ലോ ഇനി അങ്ങോട്ട് പോകണ്ട എന്നുള്ള ചിന്തകളൊക്കെ മാറ്റി എന്റെ ആവശ്യമായിട്ട് മാറ്റി, എന്റെ കടങ്ങൾ തീർക്കണം, എന്റെ കുട്ടിയെ സേഫ് ആക്കണം, എന്റെ ഹസ്ബൻഡിനെ സേഫ് ആക്കണം, എന്റെ വീട്ടിൽ വരുമാനം വരണം, എങ്ങനെയാണ് എനിക്ക് ഫസ്റ്റ് റാങ്ക് അച്ചീവ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം ഞാൻ എന്റെ ഉള്ളിൽ എടുത്ത സമയത്ത്, നമ്മള് എപ്പോഴും പറയില്ലേ, നമ്മളൊരു തീരുമാനം എടുത്ത ദൈവത്തിന് പോലും അത് ചിലപ്പോ മാറ്റാൻ പറ്റില്ല എന്നുള്ളത്. ഒരു തീരുമാനം ഞാൻ അന്ന് എടുത്ത സമയത്ത്, നിങ്ങള് എത്ര പേര് ഞാൻ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുമെന്നറിയില്ല, എനിക്കൊന്നും വളരെ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഫസ്റ്റ് റാങ്ക് എനിക്ക് ബിസിനസ്സിൽ അടിക്കാൻ പറ്റും. ഞാൻ തീരുമാനം എടുത്തതിന് ശേഷമുള്ള കാര്യമാണ് പറഞ്ഞത്. വെറുതെ ഇതിനകത്ത് ഐഡിയ അടിച്ചതിന് ശേഷമുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ തീരുമാനം എടുത്തതിന് ശേഷം വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ 3-4 മാസം കൊണ്ട് തന്നെ 3ാമത്തെ റാങ്ക് ഞാൻ അച്ചീവ് ചെയ്തു. ഒരു 7-8 മാസം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 8 മാസം കൊണ്ട് എന്റെ കംപ്ലീറ്റ് കടങ്ങളും ഈ ഫിജിക്കാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിലൂടെ എനിക്ക് തീർക്കാൻ പറ്റും. ഒന്ന് ആലോചിച്ചോളാം, ഞാൻ തീരുമാനത്തിന് ശേഷമുള്ള കാര്യം പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫില് ഒരുപാട്, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് തടസ്സങ്ങൾ മാത്രമേ എനിക്ക് ഫിജിക്കാർഡിൽ കിട്ടിയിട്ടുള്ളൂ. ഇന്നും എനിക്ക് ഈ സമയം എടുക്കാൻ തടസ്സമാണ്. ഞാൻ എപ്പോഴും സവിതാ മാഡത്തിനോട് ജിഷ്ണു സാറിനോട് പറയും, ഞാൻ എന്ത് കാര്യം ഫിജിക്കാർഡിൽ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാലും എനിക്ക് തടസ്സങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് എന്റെ മോളെ എഴുത്തിനിരുത്തിയ ദിവസമാണ്. രാവിലെ ഇന്നലെ പോയി ടോക്കൺ കാര്യങ്ങളൊക്കെ എടുത്ത് ട്രിവാൻഡ്രം സരസ്വതി മണ്ഡപത്തിലാണ്. അപ്പൊ എടുത്ത സമയത്ത് അവർ ഒന്ന് 7 മണിക്ക് ചെല്ലാം. അപ്പൊ ഞാൻ ഈ 7 ഓക്കെ പറഞ്ഞ സമയത്ത് എന്റെ മൈൻഡില് 8 മണിക്ക് ശേഷം കോവിലിൽ പോവാം, 8 മണി വരെ 7 എടുത്തിട്ട് 8 മണിക്ക് ശേഷം പോകാന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ഇന്നലെ അമ്പലത്തിൽ പോയപ്പോഴാണ് അറിഞ്ഞത് 7 മണിക്ക് അവിടെ തുടങ്ങും, അവിടെ നിൽക്കണമെന്നുള്ള കാര്യം. അപ്പൊ തന്നെ എന്റെ കിളി പോയി, ടെൻഷനായി. വിഷ്ണു സാറിനെ വിളിക്കുന്നു, സബിതാ മാഡത്തിനെ വിളിക്കുന്നു. അപ്പൊ അവര് കുറെ സൊല്യൂഷൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, രാവിലെ 4:30 എണീറ്റ് കോവിലിൽ പോയി ഫസ്റ്റ് ഇത് നടത്താന്നുള്ള രീതിയിൽ, മോളെ എഴുത്തിനിരുത്താന്നുള്ള രീതിയിൽ 4:30 അമ്പലത്തിൽ പോയിരുന്ന് അവിടെ ഏകദേശം 5:30 ആയപ്പോ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഇതിൽ തന്നെ എനിക്ക് കയറാൻ പറ്റി. 6-6:30 ആയപ്പോ എന്റെ വീടെത്താനും എനിക്ക് പറ്റും. അപ്പൊ ഞാൻ പറയുന്നത്, എന്ത് തടസ്സങ്ങളും അല്ലെങ്കിൽ എന്ത് പ്രശ്നങ്ങളും നമുക്ക് വരും. നമ്മള് സബിതാ മേഡം പറയുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും, നമ്മള് നല്ലൊരു കാര്യം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ വിജയിക്കാനുള്ള ഒരു സ്റ്റെപ്പ് മുന്നോട്ട് എടുത്ത് വെക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ അനുഭവമായിരിക്കും അല്ലെ, അതൊന്നെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നിന്ന്, ഒന്നെങ്കിൽ ഹസ്ബൻഡ്, അല്ലെങ്കിൽ വൈഫ്, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ അമ്മ അച്ഛൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ലൈഫിൽ വരും എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ തിരിഞ്ഞോടരുത് അല്ലെ. ഇത് നമുക്ക് തരുന്ന ഒരു പരീക്ഷണമാണ്. നീ ഇത് എത്രത്തോളം ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം അല്ലെ, നീ സാധിക്കുമെങ്കിൽ എന്നെ മറികടന്നൊന്ന് വിജയിച്ച് കാണിക്കും. ഇങ്ങനെ നമുക്ക് ദൈവം തരുന്ന ഒരു പരീക്ഷണം. പക്ഷെ നമ്മളത് വിട്ടു പോവില്ല എന്ന് ദൈവം കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളതിന് എത്ര നമ്മൾ അത് കഠിനാധ്വാനം ചെയ്ത് അതിലോട്ട് എത്തുമെന്ന് നമ്മൾ പ്രയത്നം കണ്ടിട്ട് ദൈവം പറയും, ഇനി അവനെ വിളിച്ചിട്ട് കാര്യമില്ല, പിന്തിരിപ്പിച്ചിട്ട് കാര്യമില്ല, അവനങ്ങ് വിജയം കൊടുക്കാം അല്ലെ. ഫിജിക്കാർഡിൽ പല ആൾക്കാരും പറയും ഇത് നടക്കുന്നില്ല, വന്നിട്ട് 1 മാസമായി, 2 മാസമായി, 3 മാസമായി, ഒരാഴ്ചയായി, വന്നിട്ട് 2 ദിവസമായി എന്ന് പറഞ്ഞിട്ട് നിർത്തുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. ഞാൻ മെനിങ്ങാന്ന് ജോയിൻ ചെയ്തതാണ്, ഇതുവരെ ഞാൻ ഫസ്റ്റ് റാങ്ക് അടിച്ചില്ല എന്ന് പറഞ്ഞ് നിർത്തുന്ന ആൾക്കാർ ഫിജിക്കാർഡിനകത്തുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കാതെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക. മടുപ്പ് വരും, പ്രശ്നങ്ങൾ വരും അല്ലെ, വീട്ടിൽ നിന്ന് എതിർപ്പുകൾ വരും. നീ ഇത് കുറെ നാളായല്ലോ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും കിട്ടിയോ നിനക്ക്, രാവിലെ ഇതിൽ കയറി ഇരിക്കുന്നുണ്ടല്ലോ, വൈകിട്ട് ഇതിൽ കയറി ഇരിക്കുന്നുണ്ടല്ലോ, ഒരുപാട് പേരെ ഇങ്ങനെയുള്ള നെഗറ്റീവുകൾ മാത്രമേ നമുക്ക് ചുറ്റും വരുള്ളൂ. നിങ്ങൾ എപ്പോഴും ചിന്തിക്കാൻ, നമുക്ക് ഒരിക്കലും പോസിറ്റീവ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും നമ്മുടെ ഫിജിക്കാർഡിൽ വരുന്നത്. അപ്പം നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് നമ്മൾ തളരരുത്. ഇതൊന്നും വിഷയമല്ല. പല ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പല ഫാമിലിയിൽ തന്നെ പല ഫംഗ്ഷൻ വരുന്ന സമയത്തും ഞാൻ അതിനിടയ്ക്കായി പോകും. കുറെ ആൾക്കാർ ഞാൻ വളഞ്ഞു നിന്നിട്ട്, ബന്ധുക്കളാണ്, കൂട്ടത്തോടെ കളിയാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞ അന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഈ ബിസിനസ് നിർത്തിയിട്ട് പോവാം.
കാരണം നമ്മൾ അത്ര മേലെ കളിയാക്കി നമ്മളെ എന്താണ് നീ കോട്ട് ഇടുന്നില്ലേ? ഒരു ഹസ്ബൻഡിന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ പോയപ്പോ ചോദിക്കുന്നത്, നിന്റെ കോട്ട് കണ്ടില്ലല്ലോ, നീ കോട്ട് ഇടാതെയാണോ വന്നത്? അല്ലെങ്കിൽ കാർ ഇവിടെ മുറ്റത്ത് കാർ കണ്ടില്ലല്ലോ, അന്ന് നീ കാർ എടുത്തിട്ടില്ല. കളിയാക്കുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വെറുതെങ്കിലും പറയും, ഞാൻ വരും, എന്റെ സ്വന്തം കാറിൽ ഞാൻ വരും. ഇങ്ങനെയൊക്കെ ഞാൻ വെല്ലുവിളിക്കും. ഒന്നും ഞാൻ വിട്ടുകൊടുക്കൂല. നടക്കോ നടക്കാതിരിക്കോ, എന്റെ കൺസെപ്റ്റ് ആണ്. നടക്കോ നടക്കാതിരിക്കും. എനിക്കറിയാം ഒരു കാർ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നടക്കാത്ത കാര്യമാണ്, അതെനിക്കറിയാം. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കൂല. ഞാൻ എന്റെ സ്വന്തം കാറിൽ ഞാൻ ഇവിടെ വരും. എന്ന് വെല്ലുവിളിച്ചിട്ട് ഇറങ്ങിയ വീടുകളുണ്ട്. അല്ലെ, ഈ കോട്ടിട്ടില്ല, എന്റെ കോട്ട് കഴുകാൻ ഇട്ടേക്കുന്നോ, ഉണക്കായിട്ടേക്കുന്നോ? ഇങ്ങനെയുള്ള മൊത്തം നെഗറ്റീവ് മാത്രമാണ് എന്റെ തലയിൽ കിട്ടിയിട്ടുള്ളത്. പക്ഷേ അതെല്ലാം നമ്മള് ലീഡേഴ്സ് പറയും പോലെ നമുക്കെതിരെ വരുന്ന കല്ലുകളും അല്ലെ മുള്ളുകളും ഒക്കെ നമ്മളത് ചവിട്ടി, ഞാൻ എപ്പോഴും പറയും, കുറച്ചു ദൂരം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫിജിക്കാട്ടിലെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ. വളരെ കുറച്ച് ദൂരം. ഇവിടുന്ന് ഒരു 100 മീറ്ററേ ഉള്ളൂ നമുക്ക് ഫിജിക്കാട്ടിലെ കഷ്ടപ്പാട്. അത് എന്ത് രീതിയിലുള്ള കഷ്ടപ്പാടായാലും, ഒരു ടീം ഉണ്ടാക്കാനുള്ള കഷ്ടപ്പാടായിക്കോട്ടെ, അല്ലെ, അല്ലെങ്കിൽ എന്താണ് നമുക്കൊരു റാങ്ക് എത്താനുള്ള കഷ്ടപ്പാടായിട്ടുള്ള ഒരു 100 മീറ്റർ അകലം മാത്രമേ ഉള്ളൂ. ഈ ഒരു 100 മീറ്റർ അകലം നമ്മള് ഒന്ന് മറികടക്കാൻ ശ്രമിച്ചാൽ, നമ്മുടെ മൈൻഡിനെ ആ ഒരു 100 മീറ്ററിന് അപ്പുറം എത്തിക്കാൻ നമുക്ക് എത്തിക്കാൻ സാധിച്ചാല് നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഒരു 100 മീറ്റർ പോവാതെ ഒരു 50 മീറ്ററിൽ നമുക്ക് വരുന്ന നെഗറ്റീവുകൾ, ഞാൻ വീണ്ടും പറഞ്ഞ നെഗറ്റീവുകൾ എന്ന് പറയുമ്പോൾ പലതരത്തിലാണ്, അല്ലെ, പല വിഷമങ്ങളും. ചിലപ്പോൾ ഒരു അസുഖമായിരിക്കും. നമ്മൾ എന്തെങ്കിലും ചെയ്തിറങ്ങുന്ന സമയത്തേക്ക് നമുക്ക് കാലുവേദന, കൈവേദന, വീട്ടില് മക്കൾക്ക് അസുഖം, അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത്. ഈ ഒരു 50 മീറ്റർ എത്തുന്ന സമയത്ത് നമ്മളത് സ്റ്റോപ്പ് ചെയ്യരുത്. നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകാം. 100 മീറ്ററിൽ 100 മീറ്റർ നമ്മളത് കൊണ്ടുപോകണം. ആ 100 മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത, നമ്മൾ ചിന്തിക്കാത്ത, നമുക്കറിയാം ഇതിനകത്ത് പ്ലാനും കാര്യങ്ങളും, വീടും കാറും ലക്ഷങ്ങളും കോടികളും സീലിംഗും എല്ലാം നമുക്കറിയാം. പക്ഷെ അതൊക്കെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്ന ഒരു സമയമുണ്ട്, ഇല്ലേ? നമ്മുടെ കയ്യിലോട്ട് ഇതൊക്കെ നമുക്കല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഇതിനകത്ത് സീലിംഗ് ഉണ്ട്, അല്ലെ, 50,000 രൂപ റൈഡർ ഫണ്ട് ഉണ്ട്, 5 ലക്ഷം രൂപ കാർ ഫണ്ട്, ഇതെല്ലാം അറിയാം. പക്ഷെ ഇതൊക്കെ നമ്മുടെ കയ്യില്, നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ മൊബൈലിൽ ആ ഒരു മെസ്സേജ് വരുന്ന ഒരു സമയം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സമയം 50,000 രൂപ ക്രെഡിറ്റഡ് പോട്ടെ, ഒരു ദിവസം ബൈനറി നമുക്ക് 2,000 രൂപ ക്രെഡിറ്റഡ്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഈ ആൾക്കാരോട് പറഞ്ഞ അതിന്റെ ഒരു സുഖം വേറെയാണ്. ആ സുഖം നമ്മൾ അറിയണമെങ്കിൽ പെട്ടെന്നൊന്നും നടക്കില്ല, അല്ലെ? ഫിജിക്കാർഡ് ഈസി ആണോ എന്ന് ചോദിച്ചാൽ വളരെ വളരെ ഈസിയാണ്. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ഇതിനകത്തുണ്ടാകും. അപ്പൊ പുതിയ ആൾക്കാർ വിചാരിക്കും എന്താണ് ബുദ്ധിമുട്ട്, അല്ലെ? പുതിയ ആൾക്കാർ ഇതെന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട് ഇതിനകത്ത്? രാവിലെ 7 AM ക്ലബ്ബ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് കയറാൻ, അല്ലെ? ഭയങ്കര ഇതിൽ പര ഒരു ബുദ്ധിമുട്ട് നമുക്ക് വേണമെങ്കിൽ കല്ലും മണ്ണും ചുമക്കാൻ പോവാം. പക്ഷെ ഫിജിക്കാർഡില് ഒരു 7 AM ഒരു മണിക്കൂർ ക്യാമറ ഓൺ ചെയ്തിരുന്ന ഒരു ലീഡർ വന്നിരുന്ന് പറയുന്ന എന്താണ് കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇനി പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എന്ത് ഹാർഡ് വർക്ക് വേണമെങ്കിൽ നമ്മൾ ചെയ്യും, ഒരു ദിവസം ഫുള്ള്. ആർക്കോ വേണ്ടി നമ്മളിതാ ഇപ്പൊ ഇതിനകത്ത് തന്നെ ഇത് ജോലിക്ക് പോകാനുള്ള എത്രയോ പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ബിസിനസ് അല്ലാതെ നിങ്ങൾ ഒരാളുടെ കീഴിൽ ശമ്പളത്തിന് പോകുന്ന സമയത്ത് നമ്മൾ ആ മുതലാളിയെ വലുതാക്കാനായിട്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ കഷ്ടപ്പെടുന്നു. തീർച്ചയായിട്ടും അതല്ലേ സത്യം? ആ ഒരു മുതലാളിയെ നമ്മൾ വലുതാക്കാൻ രാവിലെ തുച്ഛമായ ശമ്പളത്തിന് രാവിലെ മുതൽ വൈകിട്ട് വരെ എന്ത് പണിയായിക്കോട്ടെ. ഇതിനകത്ത് ഞാൻ കയറിയ സമയത്ത് ഒരു ഓട്ടോ ഓടിക്കുന്ന ഒരു ലേഡിയെ കണ്ടു, അല്ലെ? അങ്ങനെ പല പല ജോലികൾ ചെയ്യുന്ന ആൾക്കാർ രാവിലെ മുതൽ രാത്രി വരെ മക്കളെയും കൊണ്ട്, അല്ലെങ്കിൽ പല പല സാഹചര്യങ്ങൾ, വീട്ടിലെ സാഹചര്യങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നു എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. പക്ഷെ രാവിലെ 1 മണിക്കൂർ ഒരു 7 AM കയറാൻ പറഞ്ഞാൽ ആർക്കും പറ്റുന്നില്ല. ഇവിടുത്തെ ജോലിയാണ്, നമ്മുടെ ഫിജിക്കലിൽ എന്താണ് ജോലി എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയാണ്, അല്ലെ? നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ഒരു മിനിമം ഒരു 5 പേർക്ക് മിനിമം ഒരു 5 പേർക്ക് ഒരു ദിവസം ഫിജിക്കലിന്റെ പ്ലാൻ കൊടുക്കാൻ പോകും, അല്ലെങ്കിൽ സൂം വഴി കൊടുക്കുന്നു. നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് കൊടുക്കാൻ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടുള്ള ഒരു 5 പേർക്ക്, നമ്മുടെ കോണ്ടാക്ട് ലിസ്റ്റിലുള്ള 5 പേർക്ക് പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നു. ചിലപ്പോൾ നമുക്ക് പ്ലാൻ അറിയില്ല, നമ്മൾ തൊട്ടടുത്തുള്ള ലീഡേഴ്സിനെ വിളിച്ചുകൊണ്ടൊന്ന് പോവേണ്ടി വരും, അല്ലെ? അല്ലെങ്കിൽ സൂമിൽ ഒന്ന് 1-2 നമ്മള് 24 മണിക്കൂർ സോഷ്യൽ മീഡിയയിൽ അതിലും റീൽസ് ഒക്കെ കണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഒന്ന് സൂമിൽ കയറി ഒരു അരമണിക്കൂർ അവർക്ക് പ്ലാൻ കൊടുക്കാൻ നമ്മൾ മടിക്കുന്നു. നമ്മുടെ ജോലിയാണ് ഫിജിക്കാർഡ്. വൈകിട്ട് BOP, അല്ലെ? സൂമിൽ നടക്കുന്ന BOP ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആഴ്ചകളിൽ നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് എല്ലാ ജില്ലകളിലും നമ്മുടെ ജോലി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ, അല്ലെങ്കിൽ വളരെ നമുക്ക് നിസ്സാരമാണ് ഫിജിക്കാർഡിലെ വർക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇത് ചെയ്യാൻ നമ്മൾ മടിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ലക്ഷങ്ങളും കോടികളൊന്നും ഒരിക്കലും ആരുടെയും കൈകളിൽ എത്താൻ പോകുന്നു.
ഇതിനകത്ത് പല ആൾക്കാരും വിചാരം എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, എന്റെ ഒരു ബന്ധു പറഞ്ഞു ഇതിനകത്ത് വെറുതെ കയറിയിരിക്കുക. ഒരിക്കലുമില്ല, ഒരിക്കലും ലീഡേഴ്സ് നമ്മൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും അല്ലേ. ആ പറയുന്ന കാര്യങ്ങള് നമ്മൾ ഒരു മടിയും കൂടാതെ, ഞാൻ മടിച്ചു നിന്ന ആളാണ്, പക്ഷെ ആ മടിച്ചു നിന്ന സമയത്ത് എനിക്ക് അതിന്റെ ഒരു വരുമാനവും റിസൾട്ടോ ഉണ്ടായിട്ടില്ല. അത് കറക്റ്റ് ആയിട്ട് ഞാൻ ഫോളോ ചെയ്ത സമയത്ത് പിന്നെ ഇത് എന്റെ ബിസിനസ്സാണ്. പ്ലാൻ പഠിക്കാൻ പറഞ്ഞാൽ ഞാൻ പഠിക്കൂല, MC ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യൂല. കാരണം എനിക്ക് പേടിയാണ് സംസാരിക്കാൻ. സ്ക്രീനിന്റെ മുമ്പിലൊന്നും എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ കയറൂല. ഇങ്ങനെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ എന്റെ ലീഡേഴ്സ് അത് പഠിപ്പിച്ചു. ഫസ്റ്റ് പ്ലാൻ പറയുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബോബി സാർ എന്നെ ആ പ്ലാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തല്ലിയേനെ. പ്ലാൻ ഒന്നാണ്, ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെയാണ്. കാരണം ടെൻഷൻ, പേടി, അറിഞ്ഞുകൂടാ പറയാനായിട്ടുള്ള എന്താണ് ഭയങ്കര ബുദ്ധിമുട്ടിയാണ് ഞാൻ ഫസ്റ്റ് പ്ലാൻ സൂമിൽ പറയുന്നത്. ഞാൻ ഈ സൂമിൽ പ്ലാൻ പറഞ്ഞ സമയത്ത്, ഇറങ്ങിയ സമയത്ത് സത്യം പറഞ്ഞാൽ ഫുൾ വേർത്ത് കുളിച്ച് ടെൻഷൻ വിറച്ചാണ് ഇരുന്നത്. പക്ഷെ അത് സൂമിൽ അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ അങ്ങനെയൊക്കെ അനുഭവിക്കും അല്ലെ. നമ്മൾ എപ്പോഴും ഫിസിക്കലിൽ പല കാര്യങ്ങളും നമ്മൾ ടെൻഷനോടാണ് ഏറ്റെടുക്കുന്നത്. ഒരു 7 AM ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ പറഞ്ഞാൽ നമുക്ക് ടെൻഷനാണ്. അയ്യോ മേഡം എനിക്ക് ഇന്ന് പറ്റില്ല, ഞാൻ നാളെ ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത ദിവസം ചെയ്യാം, അല്ലെങ്കിൽ എന്നെ ഇതിലൊന്നും വിളിക്കല്ലേ. ഫിജിക്കണ്ട ഓരോ വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജയങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഫിജിക്ക് അടിച്ചുന്ന ഓരോ കാര്യങ്ങൾക്കും നമുക്ക് വിജയമുണ്ട്. ഫിജിക്കണ്ട എന്ത് കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടോ അതിന്റെ ഒക്കെ പുറകിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ റാങ്ക് അപ്ഡേഷനും നമ്മളെ വരുമാനം അതിനകത്തുണ്ട്. അപ്പൊ ഒരു കാര്യം, ഒരു 7 AM കയറിയില്ലെങ്കിൽ എന്താ പ്രശ്നം അല്ലെ. ക്യാമറ ഓൺ ചെയ്തില്ലെങ്കിൽ എന്താണ് ഇപ്പൊ പ്രശ്നം? കേട്ടാ പോരെ അല്ലെ. ക്യാമറ ഓൺ ചെയ്തിട്ട് നിന്നെ കേൾക്കണോ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് കേട്ടാ മതി. പക്ഷെ അങ്ങനെയല്ല. ഇന്ന് ഇതിനകത്ത് ഒരുപാട് ആൾക്കാർ ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നത്. ഈ ക്യാമറ ഓൺ ചെയ്തിരിക്കുന്നത് എന്താണ്, ക്യാമറ ഓൺ ചെയ്തിരുന്നു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, നമുക്ക് ഒരു കോൺഫിഡൻസ് വരും. ഒരു കോൺഫിഡൻസ്, നമുക്ക് ഇത്രയും പേരുടെ മുമ്പിൽ സംസാരിക്കുന്ന ഒരു കോൺഫിഡൻസ് വരും, ഒരു പവർ വരും. നമ്മൾ എന്തൊക്കെയാണെന്നുള്ള ഒരു തോന്നൽ വന്നാൽ മാത്രമേ നമ്മൾ എപ്പോഴും ഒരാളുടെ മുമ്പിൽ പ്ലാൻ പറയുന്ന സമയത്ത് നമുക്കൊരു നമ്മൾ എപ്പോഴും പറയും, ഒരു പ്ലാൻ പറയുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ആണ്. നമുക്ക് പേടി കാണും, നമുക്ക് അറിവില്ലായ്മ കാണും അല്ലെ. നമുക്ക് ചിലപ്പോൾ അവർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് തിരിച്ച് ആൻസർ കൊടുക്കാൻ അറിയണമെന്നില്ല. എന്ത് സാഹചര്യം പ്ലാൻ കൊടുക്കുന്ന സമയത്ത് വന്നാലും നമ്മുടെ കോൺഫിഡൻസ് ആണ് നമ്മളെ സെയിൽ ഓപ്പണിങ്. ഞാൻ ഈ ഒരു പ്ലാൻ പറഞ്ഞു തുടങ്ങിയ സമയത്ത് എനിക്ക് ആദ്യം സബിത മേഡം, ജിഷ്ണു സാറൊക്കെയാണ് എനിക്ക് ഫോളോ അപ്പ് തന്നുകൊണ്ടിരുന്നത്. റൂമിൽ ഗസ്റ്റ് കയറി കഴിഞ്ഞാൽ, അന്നൊക്കെ കൊറോണ ഉണ്ട്, ഫിസിക്കൽ കുറവാണ്. സബിത മേഡം, ജിഷ്ണു സാറൊക്കെയാണ് എനിക്ക് ഫോണില് ഫോളോ അപ്പ് തന്നുകൊണ്ടിരുന്നത്. ഒരു ദിവസം പെട്ടെന്ന് എനിക്ക് സബിത മേഡം എന്നെ വിളിച്ചിട്ട് പറയാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഗസ്റ്റ് ഉണ്ട്, ഒന്ന് ഫോളോ അപ്പ് ചെയ്യണം. നീ കൊടുത്തോ, നീ ഫോളോ അപ്പ് ചെയ്തോ, കുഴപ്പമില്ല, നീ പ്ലാൻ പറഞ്ഞു കൊടുക്ക്. ഞാൻ ഞെട്ടിപ്പോയി. ഇതുവരെ ഞാൻ ഈ കോൺഫറൻസ് കോളിൽ ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ ഫോളോ അപ്പ് ചെയ്യുന്ന രീതി പഠിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് അന്ന് ചെയ്യേണ്ടി വന്നു. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്ത സമയത്ത് ചെയ്ത് നമ്മളൊരു കാര്യം അറിയില്ലെങ്കിൽ തെറ്റും. ഫസ്റ്റ് ടൈം നമുക്ക് എന്തായാലും തെറ്റും. സൂമിനകത്ത് കയറി 1 മണിക്കൂർ സംസാരിക്കും, നമുക്ക് പറ്റില്ല. ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് വാക്കുകൾ കിട്ടില്ല, സ്റ്റക്കാവും. പ്രശ്നമല്ല, നമ്മുടെ ഫാമിലിയാണ്, നമ്മുടെ ലീഡേഴ്സ് ആണ്. അവർ നിങ്ങളെ വഴക്കുറയാനോ തല്ലാനോ ഒന്നും പോകില്ല. സംസാരിക്കണം, പറ്റുന്നിടത്തോളം സംസാരിക്കണം. അങ്ങോട്ട് കയറി നമ്മൾ എന്ത് ചെയ്യണം, പറയണം, മേഡം ഇന്ന് എന്നെ ഇടൂ 7 AM, ഇന്ന് എന്നെ പ്ലാൻ ഇടൂ, ഫിസിക്കൽ BOP എന്നെ പ്ലാൻ ഇടൂ, എന്നെ MC ഒരു ലീഡർ ഇങ്ങോട്ട് വിളിച്ചിട്ട് താഴേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത്. അങ്ങോട്ട് നമ്മൾ ഡേറ്റ് കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇതെല്ലാം നമ്മുടെ സെയിലിനെ ബാധിക്കും എന്നുള്ളതാണ്. സെയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന്റെ ഒക്കെ ഗുണം നമുക്ക് എവിടെ കിട്ടുമെന്ന് അറിയാമോ? നമുക്ക് സെയിലിൽ കിട്ടും. നമുക്കറിയാം ഫിസിക്കൽ എന്തൊക്കെ ചെയ്താലും, 7 AM ചെയ്താലും BOP ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഒരു സെയിൽ എടുക്കുക എന്നുള്ളത് അത് പ്രത്യേക ഒരു കഴിവാണ്. ഈ കഴിവ് പല ആൾക്കാരും പറയും എന്നെ കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? നമുക്ക് കോൺഫിഡൻസ് ഇല്ല. നമുക്ക് ഒരാളെ മുമ്പിൽ ചെന്ന് അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് മറുപടി കൊടുക്കാൻ അറിയില്ല. പല ക്വസ്റ്റ്യനും എനിക്ക് മറുപടി ഇല്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ വിട്ടുകൊടുക്കൂല. എന്നോട് സബിത മേഡം, ചില ആൾക്കാരുണ്ട്, അയ്യോ ഇന്നൊരു പ്ലാൻ കൊടുക്കണം, പക്ഷെ അവര് ഗവൺമെന്റ് ജോലിക്കാരാണ്, അപ്പൊ അവരുടെ മുമ്പിൽ നമ്മൾ എങ്ങനെ സംസാരിക്കാം? എനിക്ക് അധികം സംസാരിക്കാൻ അറിയില്ലല്ലോ. അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇന്ന് പ്ലാൻ കൊടുക്കാൻ പോകേണ്ടത്, അല്ലെങ്കിൽ ഇന്ന് ഒരു വലിയൊരു ജോലി, അല്ലെങ്കിൽ കളക്ടർ ആയിക്കോട്ടെ, കളക്ടറിന് ഇന്ന് പ്ലാൻ കൊടുക്കാൻ പോകണം, എന്നെ കൊണ്ട് പറ്റില്ല, കാരണം അവർക്ക് കളക്ടർ അല്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ കാര്യത്തിനും പേടിച്ചിരിക്കുന്ന സമയത്ത് സബിത മേഡം, ജിഷ്ണു സാറൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, വിജി മേഡം, നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് ആരായിരുന്നാലും ശരി അല്ലെ, ഒരു പ്ലാൻ കേൾക്കാൻ ഇരിക്കുന്ന ഒരു വ്യക്തി, ഫിജിക്കാട്ടിൽ വർക്ക് ചെയ്യാത്ത ഒരു വ്യക്തി, അത് അതിന് മന്ത്രി ആയിക്കോട്ടെ, നമ്മുടെ മുന്നിൽ ഇരിക്കുന്നെങ്കിൽ അയാൾക്ക് ഫിജിക്കാട്ട് എന്താണെന്ന് അറിയില്ല അല്ലെ. നമുക്കേ അറിയാവൂ ഫിജിക്കാട്ട് എന്താണെന്ന്.
അപ്പൊ ഫിജിക്കാരുടെ മാസ്റ്റർ എന്നത് നമ്മളാണ്. നമുക്കിനി എത്ര വിദ്യാഭ്യാസം ഇല്ലാതായിക്കോട്ടെ, നമുക്ക് എത്ര സംസാരിക്കാൻ അറിയില്ല, നമുക്ക് എന്ത് കുറവുകൾ ഉണ്ടെങ്കിലും, നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്നവൻ എത്ര വലിയ ആളാണെങ്കിലും ഫിജിക്കാർഡ് എന്താണെന്നുള്ളത് നമുക്ക് മാത്രമേ അറിയാവൂ, അല്ലേ? അപ്പൊ ഫിജിക്കാരുടെ പ്ലാൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അവിടെ ഇരിക്കുന്ന ആള് ഒന്നും അറിയാത്ത ഒരാളാണ്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി, ഞാൻ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ സമയത്ത് എനിക്ക് റിട്ടയർഡ് ഡിവൈഎസ്പി അങ്ങനെ എന്തോ ഒരു പോസ്റ്റിൽ ഇരുന്ന ഒരാളുടെ വീട്ടില് എനിക്ക് ഫിസിക്കൽ പോകാൻ വേണ്ടി വന്നു. സത്യം പറഞ്ഞ് വറച്ചുകൊണ്ടാണ് പോയത്. ആ സമയത്താണ് എനിക്ക് തോന്നുന്നു ലീഡേഴ്സിനെ വിളിച്ച സമയത്ത് ഇങ്ങനെ എനിക്കൊരു കോൺഫറൻസ് എന്റെ ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്നിട്ട് ഞാൻ പോയി ആ പ്ലാൻ പറഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പോയി പ്ലാൻ പറഞ്ഞു. സത്യം പറഞ്ഞ് നല്ല ടെൻഷനോടെ പോയി. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയ സമയത്ത് ഒന്നും തോന്നിയില്ല. ഞാനാണ് അടിപൊളി, ഞാൻ സൂപ്പറാണ്, നമുക്കിനൊരു സംഭവം ഉണ്ടല്ലോ ഉള്ളിനകത്ത്, ഞാൻ സൂപ്പറാണ്, എന്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒന്നും അല്ലാത്ത ഒരാളാണ് എന്നുള്ള രീതിയിൽ വന്നു എന്നുള്ള. അപ്പൊ ആ ധൈര്യം എവിടുന്ന് വന്നു ചോദിച്ചു കഴിഞ്ഞാല് ഡെയിലി നമ്മുടെ ലീഡേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, എല്ലാ ദിവസവും നമ്മൾ ലീഡേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, 7am ഓരോരുത്തരുടെ വാക്കുകൾ, ഓരോരുത്തരുടെ എക്സ്പീരിയൻസ്. നമുക്കറിയാം 7am നമുക്ക് കിട്ടുന്നത് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആണ്, അല്ലെ? അപ്പൊ അവർക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല, അല്ലെ? ഒരാൾ ഇന്ന് സെയിൽ ഓപ്പൺ ആക്കുന്നു, എന്നെ കൊണ്ട് എന്തുകൊണ്ട് പറ്റിയില്ല, അപ്പൊ എനിക്കും പറ്റണം, എനിക്കും ചെയ്യണം എന്നുള്ളൊരു വാശി നമ്മുടെ ഉള്ളിലിരിക്കണം. അതൊക്കെ എവിടുന്നാണ് വരുന്നത് ചോദിച്ചാൽ ഓരോ മീറ്റിങ്ങിൽ നിന്നാണ്, അല്ലെ? ജസ്റ്റ് ഒരു ലീഡറിന്റെ ഫോൺ കോളിൽ കൂടെ നമുക്ക് എന്ത്, ചില ആൾക്കാരുണ്ട് ലീഡേഴ്സ് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അല്ലെ? ചില ആൾക്കാരുണ്ട് ലീഡേഴ്സ് വിളിച്ചാൽ നോക്കിയിട്ട് ഇതാ വിളിക്കുന്നു, ഇവർക്ക് വേറെ ജോലിയില്ല, രാവിലെ തുടങ്ങി, അല്ലെ? ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ, എനിക്കുണ്ട് ചിരിക്കണ്ട, ആരും ചിരിക്കണ്ട, എനിക്കറിയാം. ഇങ്ങനെ മാറ്റി വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മൾ ഇങ്ങനെ ഒഴിവാകുന്നിടത്ത് നിന്ന്, അല്ലെ, നമ്മൾ മാറി നിൽക്കുന്നത്. ഇത് നമ്മുടെ ബിസിനസ് ആയിട്ട് നമ്മൾ കരുതണം. നമ്മളൊരു കട ഇട്ട് കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് ഒരു കട ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഒരു കടക്കാരൻ നമ്മളൊന്ന് വിളിച്ചു നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അടുത്ത കടക്കാരൻ പറയണോ നീ രാവിലെ തൊട്ട് ഇത്ര മണിവരെ ജോലി ചെയ്യണം? വേണ്ട, നമുക്കറിയാം. കാരണം നമ്മൾ പൈസ മുടക്കി സാധനം വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമുക്കറിയാം എത്ര മണിവരെ കട തുറന്നിരുന്നാലേ ഇവിടെ സെയിൽ നടക്കുള്ളൂ, എന്റെ സാധനം വിറ്റുപോയാലേ എനിക്ക് ഇന്ന് വരുമാനം കിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ഫിജിക്കാർഡ് എന്ന് പറയുന്ന ബിസിനസ്സിൽ നമ്മൾ ഐഡിയ അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, ഇത് നമ്മളെ കൊണ്ടുവന്ന ആൾക്കാരുടെ ബിസിനസ് അല്ല, അല്ലെ? നമ്മളെ കൊണ്ടുവന്ന ആൾക്കാരുടെ ബിസിനസ് അല്ല ഫിജിക്കാർഡ്, ഇത് നമ്മുടെ ബിസിനസ് ആണ്. അവരുടെ ഉത്തരവാദിത്തം നമുക്ക് ഇതിനകത്തൊരു ഐഡിയ അടിച്ചു തരിക എന്നുള്ളതാണ്. അത് കഴിഞ്ഞു. ഇനി നമ്മൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ ഇനി എന്ത് ചെയ്യണം എന്ന് നമ്മൾ നമ്മുടെ ലീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കണം. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല മേഡം, ഒരു സെയിൽ ഓപ്പൺ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു ടീം സെറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, ചോദിക്കണം. അല്ലാതെ ഒരു ലീഡറിനെ കൊണ്ട് അത് ഇത് ചെയ്യൂ, പ്ലാൻ ചെയ്യൂ, ഇങ്ങനെ പറയിപ്പിക്കാതെ ഞാൻ എന്ത് ചെയ്യണം. നമ്മൾ ഡെയിലി നമ്മളെ ലീഡേഴ്സ് നമ്മളെ വിളിച്ചില്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തണം, അല്ലെ? രാവിലെ 7am കഴിഞ്ഞു, മേഡം എനിക്കൊരു കോണ്ടാക്ട് ഉണ്ട്, എനിക്കൊന്ന് ഫോളോ അപ്പ് ചെയ്യാം മേഡം, അല്ലെ സാർ എപ്പോഴാണ് ഫ്രീ, അല്ലെ? നമ്മൾ അങ്ങോട്ട്, കാരണം നമ്മുടെ അവകാശം ഞാൻ എന്റെ ടീമിൽ പറയുന്ന കാര്യം, നമ്മൾ ചോദിച്ച് വാങ്ങണം. അല്ലാതെ നമ്മൾ ഒതുങ്ങി ഇരുന്നിട്ട് എന്നെ ലീഡേഴ്സ് വിളിച്ചില്ലല്ലോ, എന്നെ ഹെൽപ്പ് ചെയ്തില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഈസിയായിട്ടുള്ള ഒരു വാക്കാണ് ഫിജിക്കലിൽ സപ്പോർട്ട് ഇല്ല, അല്ലെ? സപ്പോർട്ട് ഇല്ല, എന്ത് പറഞ്ഞാലും സപ്പോർട്ട് ഇല്ല. എന്താണ് ഈ സപ്പോർട്ട്? കുറെ ആൾക്കാരെ ലെഫ്റ്റ് റൈറ്റും നമ്മളെ കൊണ്ടുവന്ന വ്യക്തി കൊണ്ടിട്ട് ഇടുന്നതിനല്ല സപ്പോർട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ ഒന്നും അറിയാതെ ഈ ബിസിനസ്സിൽ വന്ന ആൾക്കാരാണല്ലേ ഞാൻ ഉൾപ്പെടെ. അപ്പൊ ഒന്നും അറിയാതെ വന്ന നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമുക്കൊരു ടീം സെറ്റ് ചെയ്യാനുള്ള വഴി ഒരുക്കി തരിക എന്നുള്ളതാണ് ലീഡേഴ്സിന്റെ ചുമതല എന്ന് പറയുന്നത്. അല്ലാതെ നമ്മുടെ പല ആൾക്കാർ പറയും, എനിക്ക് ഒരാളെ പോലും എന്റെ ലീഡർ തന്നിട്ടില്ല, പറഞ്ഞവരുണ്ട്, അല്ലേ? അയ്യോ, എനിക്ക് ഒരാളെ പോലും തരുന്നില്ല. ഇതുവരെ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നിട്ടില്ല. സത്യമായിട്ട് പറയുകയാണെങ്കിൽ ലീഡേഴ്സ് അറിഞ്ഞു തരുന്നവരുണ്ടല്ലേ, അറിഞ്ഞു തരുന്നവർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അല്ലാതെ എനിക്ക് എന്റെ ലീഡേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടില്ലല്ലോ, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഈ സപ്പോർട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കാം, നമ്മൾ എന്തെങ്കിലും ഈ ഒരു ബിസിനസ്സിനകത്ത് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെ, ഒരു ജോയിനിങ് നമ്മുടെ താഴെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കഴിവ് തന്നെയാണ്, ഒരിക്കലും അല്ലാന്ന് പറഞ്ഞാൽ. പക്ഷെ അതിനുള്ള ഒരു ബാക്ക് സപ്പോർട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടി? നമ്മുടെ ലീഡേഴ്സിന്റെ ഭാഗത്ത്. അപ്പൊ ആരും പരാതികൾ, നമ്മൾ ഈ ബിസിനസ്സിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരാതികൾ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ലീഡേഴ്സിന്റെ ഭാഗത്തും പോലും പരാതികൾ, മനസ്സിലായില്ലേ? പരാതി എന്നൊരു സാധനം മാറ്റി നിർത്തുക. എനിക്ക് ഒരു പരാതി എന്റെ ലീഡേഴ്സിന്റെ ഭാഗത്തുനിന്ന് എന്റെ ഭാഗത്ത് എന്റെ ലീഡേഴ്സിന്റെ ഭാഗത്തോട്ട് പോയിട്ടില്ല. അയ്യോ, എന്റെ ലീഡർ സാധിച്ചതിന് എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ചോദിക്കുന്നു, അവർ തരുന്നു. എന്റെ ആവശ്യമില്ലേ? അതിൽ കൂടുതൽ അവർ അറിഞ്ഞും തരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞു തരുന്ന ആൾക്കാരാണ് നമ്മുടെ ലീഡേഴ്സ്. പ്രത്യേകിച്ച് നമ്മളെ ഇപ്പൊ സ്വപ്ന മാഡത്തിന്റെ ടീം ആയിക്കോട്ടെ, സന്ധ്യ മാഡത്തിന്റെ ടീം ആയിക്കോട്ടെ, റെഹാന മാഡത്തിന്റെ ടീം ആയിക്കോട്ടെ, ഒരുപാട് ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാവരും പേര് പറയണ്ട. മേഘ മാഡം, സ്മേര മാഡം, അല്ലെ, ജിഷ്ണു സാറ്. അപ്പൊ എല്ലാവരും നമ്മൾ ഏറ്റവും കൂടുതൽ സത്യം പറഞ്ഞ ഇപ്പൊ ഇതിനകത്ത് ഇരിക്കുന്ന 1000ഓളം ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് ഞാൻ പറയും.
കാരണം ഞാൻ ഒരുപാട് ലീഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്ത സമയത്ത് പല ആൾക്കാരും നമ്മളെ വിട്ടുപോയ ലീഡേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാറിപ്പോയ ആൾക്കാരായിക്കോട്ടെ, ആരായാലും അവരവരുടെ ആവശ്യങ്ങൾക്ക് നിന്ന ആൾക്കാരാണ്. അല്ലെ, എനിക്ക് 2000 രൂപ എന്ന് പറഞ്ഞ് നിന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങളെ തൊട്ട് മുകളിൽ നിൽക്കുന്ന ഏത് ലീഡറിനെ എടുത്താലും, അല്ലെ, നിങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ഏത് ലീഡറിനെ എടുത്താലും നമുക്ക് വേണ്ടി കഷ്ടപ്പെടാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന ലീഡേഴ്സാണ്. കഷ്ടപ്പെടാനായിട്ട് ഇറങ്ങി നിൽക്കുന്ന ലീഡേഴ്സിന് ഇതിനപ്പുറം സപ്പോർട്ട് ഞാൻ പറയും ഫിജിക്കായിട്ട് വേറെ ഏത് ടീം. ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് കിട്ടുമല്ലേ, ഒരുപാട് വാഗ്ദാനം കിട്ടും. നിങ്ങൾ അവിടെ വന്നാൽ മതി, ഭയങ്കര സപ്പോർട്ടാണ്, വെറുതെ ഇരുന്നാൽ മതി, നിങ്ങൾക്ക് ഡെയിലി സീലിംഗ് ആണ്, അല്ലെ. ഇവിടുത്തെ ലീഡേഴ്സ്, ഇവിടെ സുബ്ന മേഡം കൊള്ളില്ല, അല്ലെങ്കിൽ സബ്ന മേഡം കൊള്ളില്ല, ജിഷ്ണു സാർ കൊള്ളില്ല, ഇവിടുത്തെ ലീഡേഴ്സിനെ കുറെ കുറ്റങ്ങളും പറഞ്ഞ് നമ്മൾ അപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അങ്ങോട്ട് ചാഞ്ഞു ഓടും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ എന്റെ ടീമിനോട് എപ്പോഴും പറയുന്നൊരു കാര്യം, നമ്മൾ എവിടെ പോയാലും നമ്മൾ പണിയെടുത്താലേ നമുക്ക് കാശ് കിട്ടുള്ളൂ. നമ്മൾ പണിയെടുക്കാതെ ഇനി ആരൊക്കെ എത്ര മോഹന വാഗ്ദാനങ്ങൾ തന്നാലും, അത് ഏത് കമ്പനി ആയാലും, പണിയെടുക്കാതെ വെറുതെ ചെന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആരും പൈസ തരാൻ പോകുന്നില്ല, വരുമാനം കിട്ടാൻ പോകുന്നില്ല. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പല കമ്പനി, നിങ്ങളൊന്നും അറിയില്ല, പല കമ്പനികളും നമ്മളെ വിളിക്കും, അല്ലെ, ഇതിനേക്കാളും നല്ല ഇതാണ്, അതാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ലാ ടീമിലും വിളിക്കുന്നുണ്ടായിരിക്കും വേറെ പല കാര്യങ്ങളും. കാരണം ഫിജിക്കാർഡ് എന്ന് പറയുന്ന കമ്പനിയിൽ ഐഡിയ അടിച്ച ഒരാള്, അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ക്വാളിറ്റി ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മൾ അടിപൊളി ആയതുകൊണ്ട്, നമ്മൾ സൂപ്പർ ആയതുകൊണ്ടാണ് നമ്മളെ വേറെ ഒരാളെ വിളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് ബ്രാൻഡ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഇതിൽ പരം അല്ലെങ്കിൽ ഇതിനപ്പുറം ഒരു കമ്പനി ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എനിക്കില്ല. ചെമ്മണ്ണൂർ ഗ്രൂപ്പിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അല്ലെങ്കിൽ ചെമ്മണ്ണൂർ ഗ്രൂപ്പ്, ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഒരു പ്രൊജക്ട് ആണ് ഫിജിക്കാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് സെയിൽ എടുക്കാൻ പറ്റാത്ത ആൾക്കാരല്ല നമ്മളാരും. അല്ലെങ്കിൽ അതിനപ്പുറം ഒരു സെയിൽ എടുക്കാൻ പറ്റുന്ന ഒരു കമ്പനി ഞാൻ കണ്ടിട്ടില്ല. ഇനി ഇവിടുന്ന് പോയ ആൾക്കാരായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ കമ്പനി സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, വേറൊരു കമ്പനി എന്റെ മുമ്പിൽ വന്നാൽ ഫിജിക്കാർഡിന് അപ്പുറം ഞാൻ അതിനൊരു വില കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അല്ലെ, ചെയ്യുന്നെങ്കിൽ ഫിജിക്കാർഡ്. ഞാൻ പല കമ്പനിക്കാരോടും പറയാം, ചെയ്യുന്നെങ്കിൽ ഫിജിക്കാർഡ്, അതിനപ്പുറം ഇല്ല. അപ്പൊ ഇത്രയും നല്ല ബ്രാൻഡ് ചെയ്യപ്പെടാൻ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ വേറെ സംസാരമില്ല. ബോച്ചയുടെ കമ്പനി എന്ന് പറയുന്ന സമയത്ത് അവിടെ വേറൊരു ചോദ്യം ഇല്ല, അല്ലേ, ഏത് കമ്പനി, ആരാണ് ബോച്ചെ എന്ന ചോദ്യം നമുക്ക് മുമ്പിൽ വരുമോ. പക്ഷെ അതേസമയം നമ്മൾ വേറൊരു എംഎൽഎമ്മിനെ കുറിച്ച്, ഇത് ആരാണ്, എവിടെയാണ്, ഇതുപോലത്തെ കുറെ കേട്ടിട്ടുണ്ട്, അല്ലേ. തീർച്ചയായിട്ടും ഇവിടെയുണ്ട് നെഗറ്റീവ്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞത്. എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ എടുക്കാൻ പറ്റുന്ന, ബ്രാൻഡ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു കമ്പനിയിലാണ്, അല്ലെ, ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ വില നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ, സാഹചര്യങ്ങളൊക്കെ നമുക്ക് നെഗറ്റീവായിട്ട് വരും. പക്ഷെ ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ പല നെഗറ്റീവുകളും എനിക്ക് ഫിസിക്കലിൽ എന്തൊരു സ്റ്റെപ്പ് ഞാൻ എടുത്തു വെക്കുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യങ്ങളൊക്കെ എനിക്ക് മോശമാണ്. പക്ഷെ ഞാൻ ആ നെഗറ്റീവിനെയൊക്കെ ഞാൻ ചവിട്ടി മാറ്റും, പൊക്കോളാൻ പറയും ദൂരെ. എന്റെ അടുത്തവരെ വന്നു വരുത്, ദൂരെ പൊക്കോളാൻ പറയും. ഇങ്ങനെ ഞാൻ എന്റെ മൈൻഡ് കൊണ്ട് മാറ്റിയ നെഗറ്റീവുകൾ അങ്ങനെ മാറ്റിയത് കൊണ്ടാണ് ഇന്ന് ഫിജിക്കലിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ ആദ്യമേ പറഞ്ഞു 500 രൂപ മതി, എനിക്ക് കൂടുതൽ വന്നു കഴിഞ്ഞാൽ സബിതാമ്മയുടെ എടുത്തോ എന്ന് പറഞ്ഞ ആളിന് ഒരു ദിവസം 30,000 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒന്ന് നോട്ട് ചെയ്തോണം. ഒരു ദിവസം 30,000 രൂപ, അല്ലെ, നിങ്ങൾ കേട്ടിട്ടുള്ള വാക്കുകളായിരിക്കും. പക്ഷെ അത് റിയൽ ആയിട്ട് എന്റെ അക്കൗണ്ടിലോട്ട് വന്നു, റിയൽ ആയിട്ട്, അല്ലെ, ആരും പറഞ്ഞ വാക്കുകളല്ല. അത് വന്ന സമയത്ത് എന്റെ ഒരു മാനസികാവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. കമ്പനിയുടെ 6ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് 50,000 രൂപയുടെ റൈഡർ ഫണ്ട് കിട്ടുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, നമ്മൾ ഡെയിലി പാട്ട് പോലെ പാടുന്ന കാര്യമാണല്ലേ. 6ാമത്തെ റാങ്ക് എത്തുന്ന സമയത്ത് 50,000, 6ാമത്തെ റാങ്ക് എത്തുന്ന സമയത്ത് 50,000 രൂപ റൈഡർ ഫണ്ട്. ഇങ്ങനെ നമ്മൾ ഡെയിലി പാട്ട് കേൾക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അത് എന്റെ അക്കൗണ്ടിൽ വന്ന ദിവസം, നമ്മളൊരു മീറ്റിംഗിൽ നിൽക്കുന്ന സമയത്ത്, നമ്മുടെ ലീഡേഴ്സ് എല്ലാവരും ഉണ്ടായിരുന്നു. ഞാനൊരു മീറ്റിംഗിൽ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള അതുൽ സാർ ഇങ്ങനെ വന്ന് പറഞ്ഞത്, എല്ലാ DSM റാങ്കുകാരും ഒന്ന് നിങ്ങളുടെ മൊബൈൽ ഒന്ന് നോക്കും, കുറെ ആൾക്കാർക്ക് റൈഡർ ഫണ്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്ന്. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ എന്റെ ഫോൺ നോക്കുന്നില്ലായിരുന്നു. റൈഡർ ഫണ്ട് ഇപ്പൊ 50,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ. ഇങ്ങനെയുള്ള ചിന്തകൾ എനിക്ക് അപ്പോഴും, ഞാൻ വെറുതെ എന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തിങ്ങനെ നോക്കിയ സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയെന്നുള്ളതേ ഉള്ളൂ, ഇങ്ങനെ കണ്ണിക്കൂടി ഒഴുകുന്നു. നമുക്കറിയാം DSM എന്ന് പറയുന്ന റാങ്ക് സമയത്ത് ഏകദേശം 5 ലക്ഷത്തോളം രൂപ നമ്മൾ ഫിജിക്കാർഡിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും. പക്ഷെ എങ്കിലും ഈ ഒരു 50,000 രൂപ, 47,500 രൂപ ടാക്സ് പോയിട്ട് ക്രെഡിറ്റ് ആയ സമയത്ത് എനിക്കത് നിയന്ത്രിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡർ, അന്നത്തെ ഒരു ഗ്രേറ്റ് ലീഡർ എന്നോട് പറഞ്ഞൊരു കാര്യം, വിജി മേഡം എന്താണ് ഇത്, എന്തിനാ ഇങ്ങനെ കരയണത്, ഇത് മാഡത്തിന്റെ ഹാർഡ് വർക്കിന്റെ റിസൾട്ടാണ്, അതിന്റെ ബലമാണ് മാഡത്തിന് ഇത് കിട്ടിയത്.
ഈ 50,000 രൂപ കിട്ടിയ സമയത്ത് ഇത്രയും കരച്ചില്ല. അപ്പൊ 5 ലക്ഷം രൂപ കിട്ടിയ എന്തായിരിക്കും അവസ്ഥ? ഞാൻ പറഞ്ഞു പിന്നെ എനിക്കിപ്പോ തന്നെ കിട്ടും 5 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞു പോയ ആളാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, ഇപ്പൊ ഞാൻ നിൽക്കുന്നത് 10ാമത്തെ റാങ്കിലാണ്. സെയിം സിറ്റുവേഷൻ ഒന്ന് ആലോചിക്കണം. ആ സമയത്ത് ഞാൻ 10ാമത്തെ റാങ്ക് എത്തിയ സമയത്ത് അതേ കണക്ക് കാർ ഫണ്ട് 5 ലക്ഷം രൂപ അല്ലെ, ഇതിനകത്ത് കിട്ടോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇതൊക്കെ വെറുതെ ഉടായ്പാണ് അല്ലേ, ഇതൊക്കെ തള്ളലാണ്. ഇതൊക്കെ വെറുതെ 5 ലക്ഷം രൂപ കമ്പനി നമുക്ക് തരാൻ തോന്നുന്നു, ബോബി സാർ നമ്മളെ മാമന്റെ മോനാണോ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അത് ഈ ഒന്ന് ആലോചിക്കണം, ഒരു 3 വർഷമോ 4 വർഷമോ അല്ലെങ്കിൽ 4.5 വർഷമോ കൊണ്ട് വെറും ഒരു 5 ലക്ഷം രൂപ അല്ലെങ്കിൽ നിസ്സാരം പോലെ ഒരു 5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആയി എന്നുള്ളതാണ്. എന്നെ ഫസ്റ്റ് നെഗറ്റീവ് ആക്കിയ ആളെന്ന് പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡാണ്. എന്നെ 7M കയറാൻ സമ്മതിക്കൂല, BOP കയറാൻ സമ്മതിക്കൂല. സമ്മതിക്കാത്തതിന് കാരണം കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫുൾ ടൈം ഇതിനകത്തായിപ്പോയി അല്ലെ. ഫാമിലി ഉണ്ടെങ്കിൽ പോലും എനിക്ക് കാരണം അതൊന്നും നോക്കാൻ സമയമില്ല. കാരണം എനിക്ക് ഇതിനകത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഭയങ്കര ആക്രാന്തം, പൈസയോടുള്ള ഭയങ്കര ആക്രാന്തം വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിജി കാർഡിനകത്തോട്ടായിരുന്നു എന്റെ ലൈഫ് മൊത്തം ഞാൻ ആദ്യത്തെ ഒരു 6 മാസം ഞാൻ കൊണ്ടെത്തിച്ചത്. അത് എത്തിക്കാനുള്ള കാരണം, ഞാൻ ഈ ബിസിനസ് പറഞ്ഞതിന് മുമ്പ് ഞങ്ങളിപ്പോ ക്യാഷ് ഇല്ല കാര്യങ്ങളില്ലെങ്കിൽ പോലും ഞങ്ങൾ 3 പേര്, ഞാനും മോനും ഹസ്ബൻഡ് പറഞ്ഞത് എപ്പോഴും ഒരുമിച്ചായിരുന്നു. ഞങ്ങള് രാത്രി ആയാലും പുറത്തു പോണതായിരുന്നു. കാശില്ല, പക്ഷെ ഏതെങ്കിലും ഒരു പാർക്കിൽ ചെന്നിരിക്കും, പാർക്കിൽ പോയിരിക്കാൻ പൈസ ഉണ്ടല്ലോ. അങ്ങനെ എപ്പോഴും ഞങ്ങള് എന്താണ് പുറത്തൊക്കെ പോയി അങ്ങനെ എൻജോയ് ചെയ്ത് നടന്ന ഒരു ആൾക്കാരാണ്. അപ്പൊ ഈ ഫിജി കാർഡ് കയറിയതിനു ശേഷം ഞാൻ പുറത്ത് പോകാറില്ല. എന്നെ വിളിക്കും സന്ധ്യ കഴിയുമ്പോൾ നമുക്ക് പുറത്തോട്ട് പോകും. ഞാൻ പറയും നോ, എനിക്ക് ഫിജി കാർഡിൽ ഇന്ന് പ്ലാൻ പറയേണ്ടത് ഞാനാണ്, ഞാനാണ്, വൈൻഡപ്പ് ഞാനാണ്, ഇങ്ങനെ പറഞ്ഞ് ഞാൻ ഇവരെയൊക്കെ ഒഴിവാക്കും. അപ്പൊ ഇങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് ഇത് ഇവിടെ മാനസികമായിട്ട് പ്രശ്നങ്ങൾ, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ഇവിടെ ഫിജി കാർഡിനകത്ത് ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ പോകുന്നു, ഫിജി മാഡം പവർ, ഫിജി മാഡം സൂപ്പർ, ഇങ്ങനെ ഞാൻ ഇവിടെ പവർ ആയിക്കൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ ഫാമിലി വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഞാൻ രാത്രി ഒരു 11 മണി 10:30 മണിക്കൊക്കെ ചില ഫോളോ അപ്പുകൾ വരുന്നത് നമുക്ക് അല്ലെ, അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സമയത്ത് വരുന്ന സമയത്ത് ഹസ്ബൻഡ് എന്ത് ചെയ്യും, എന്നെ റൂമിൽ നിന്ന് പുറത്ത് വരാക്കിയിട്ടുണ്ട്. ഇനി നീ പുറത്ത് കിടന്നാൽ മതി, പുറത്ത് പോയിരുന്ന് ഫോൺ ചെയ്യോ എന്താണ് ചെയ്തോ, പുറത്ത് പൊക്കോന്ന് പറഞ്ഞിട്ട് എന്നെ പുറത്താക്കി വാതിൽ വരെ കുറ്റിയിട്ട ദിവസങ്ങളുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഇതിലൊന്നും തളർന്നില്ല അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ ഈ നെഗറ്റീവിലൊക്കെ ഞാൻ മാറ്റി നിർത്തും. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. അപ്പൊ സബിത മാഡത്തിനെ വിളിച്ചിട്ട് ആള് പരാതി പറഞ്ഞു തുടങ്ങി, വിജി ഇങ്ങനെ ഞങ്ങളിൽ നിന്ന് അകലും പോലെ തോന്നുകയാണ്, ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പൊ സബിത മാഡം പറഞ്ഞൊരു കാര്യമാണ്, മഹേഷേ നീ ഒരു 6 മാസം സമയം വിജിക്ക് കൊടുക്കും, ഒരു 6 മാസം സമയം ഞാൻ നിങ്ങളെ ചോദിക്കുന്നുള്ളൂ, ഒരു 6 മാസം നീ അവളുടെ വഴിക്ക് വിടണം. വിട്ട് കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിന്റെ കൂടെ തന്നെ, നിന്നോടൊപ്പം നിന്റെ കൂടെ പുറത്തായാലും എവിടെ ആയിരുന്നാലും അവർക്ക് ഇരിക്കാനുള്ള ഒരു അവസ്ഥയിലോട്ട്, നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ മാറും. പക്ഷെ ഒരു 6 മാസം അവളെ വിട്ടില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ് നിങ്ങൾ ഇതുപോലെ കഷ്ടപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞൊരു വാക്കില് സബിത മാഡം എന്ത് പറഞ്ഞാലും ആള് കേൾക്കും. കാരണം സബിത മാഡത്തിനോട് ഞങ്ങൾക്ക് അത്ര റെസ്പെക്ട് ആണ്, അത്ര സ്നേഹമാണ്. ആൾ എന്ത് പറഞ്ഞാലും നമുക്ക് നോ എന്നൊരു വാക്ക് ഇന്നും ഇല്ല അന്നും ഇല്ല. പല കാര്യങ്ങളും ഞാൻ ഇന്നും തീരുമാനം എടുക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. അപ്പൊ ആൾ അങ്ങനെ പറഞ്ഞ സമയത്ത് പിന്നെ ഓക്കെ എങ്കിൽ പോലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സഹിക്കും, പ്രശ്നമാണ് എങ്കിൽ പോലും സഹിച്ച് ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യില്ല, അവിടെ ഇരിക്കട്ടെ എന്ന് ഇരിക്കും. അങ്ങനെ ഞാൻ ഒരു 6 മാസം കൊണ്ട് ഇതൊക്കെ സെറ്റ് ആയ സമയത്ത് പിന്നെ ആള് വേറെ ലെവൽ. ഇതിനിടയ്ക്ക് ഞാൻ ജോയിൻ ചെയ്ത സമയത്ത് തന്നെ എന്റെ തൊട്ട് താഴെ എന്ത് ചെയ്തു, ഞാൻ പുള്ളിക്കാരന്റെ ഐഡിയ അടിച്ചു. ആളിന് ഇഷ്ടമൊന്നുമില്ല, വർക്കൊന്നും ചെയ്യില്ല. ഞാൻ തൊട്ട് താഴെ എന്ത് ചെയ്തു, ബുദ്ധിപൂർവ്വം ആളുടെ, എന്റെ ബുദ്ധിയല്ല സബിത മാഡത്തിന്റെ ലീഡേഴ്സിന്റെ ബുദ്ധിയാണ്, ഞാൻ പിന്നെ അതിന് കടമെടുക്കും എന്റെ ബുദ്ധി പോലെ. അങ്ങനെ ഐഡിയ അടിച്ചു ഞാൻ ആളുടെ സൈഡ് എന്ത് ചെയ്തു, വർക്ക്ഔട്ട് ചെയ്തു. പക്ഷെ ഞാൻ ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പോലും അറിയുന്നില്ല. പൈസ വരുന്നത് നന്നായിട്ട് അറിയുന്നുണ്ട്, പക്ഷെ റാങ്ക് ഒന്നും മാറുന്നത് അദ്ദേഹം അറിയുന്നില്ല. എന്താണ്, അദ്ദേഹം എന്നോടൊപ്പം എത്തി ഇന്ന് ഈ നെഗറ്റീവ് പറഞ്ഞ ആളും എന്നോടൊപ്പം 10ാമത്തെ റാങ്കിലാണ് നിൽക്കുന്നത്. സെലസ്റ്റിയം എന്ന് പറയുന്ന റാങ്കിലാണ് എന്റെ ഹസ്ബൻഡ്. അതെനിക്ക് ഭയങ്കര അഭിമാനമുള്ള ഒരു കാര്യമാണ്. കാരണം ഞാൻ നിൽക്കുന്ന അതേ റാങ്കില് എന്റെ ഹസ്ബൻഡിനെയും എന്താണ് എനിക്ക് എത്തിക്കാൻ പറ്റുന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ അതേ സപ്പോർട്ട്, തീർച്ചയായിട്ടും പൈസയൊക്കെ വന്നു തുടങ്ങിയ സമയത്ത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്റെ കൂടെ തന്നെ ഉണ്ട് ആൾ, എല്ലാ കാര്യങ്ങൾക്കും എന്നെ എന്താണ് സപ്പോർട്ട് ചെയ്ത് എന്നെ കൊണ്ടുപോകാനായിട്ടായിരുന്നാലും എല്ലാം ആള് തന്നെയാണ് കൂടെ നിന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു കാർ എന്ന് പറയുന്നത് അല്ലെ. എപ്പോഴും ഞാൻ പറയും, നമ്മുടെ സാധാരണക്കാരുടെ സ്വപ്നം എന്ന് പറയുന്ന ഒരു കാറാണ്. ഈ ബിസിനസ് എന്താണ് ജോയിൻ ചെയ്തൊരു എനിക്കൊരു 8 മാസം 9 മാസം കഴിഞ്ഞ സമയത്ത് എത്ര എടുത്തോളൂ, ഞാൻ ഫസ്റ്റ് ഒരു കാറ് ഞാൻ എന്റെ വരുമാനം കൊണ്ട് എന്റെ ഹസ്ബൻഡിന് വാങ്ങിക്കൊടുത്തു എന്നുള്ളത്. അവിടെ ഇരിക്കട്ടെ, സന്തോഷിച്ച് അവിടെ ഇരിക്കട്ടെ, കുറച്ചുകൂടി സപ്പോർട്ട് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കാറ് അദ്ദേഹത്തിന് എന്റെ പൈസ കൊടുത്ത് ഞാൻ വാങ്ങിക്കൊടുത്തു എന്നുള്ളതാണ്. ഭയങ്കര സന്തോഷമായി. കാരണം ജീവിതത്തിൽ ഇതൊന്നും നമ്മൾ സ്വപ്നം കണ്ട ആൾക്കാരില്ല, ഒരു കാറിൽ പോവാന്ന് സ്വന്തമായിട്ട്. ആരെങ്കിലൊക്കെ കാറിൽ കയറിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഒരു കാറും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അവിടെ നിന്നിട്ട് കുറച്ച് നാള് കഴിഞ്ഞ സമയത്താണ്
ആ കാറ് പോരാ, കുറച്ചുകൂടി പ്രീമിയം ലെവലിലോട്ട് കാറ് മാറണമെന്ന് പറഞ്ഞ സമയത്ത് 20 ലക്ഷം രൂപയുടെ സ്കോഡ സ്ലാവിയ എന്ന് പറയുന്ന കാറ് ഈ ഒരു ഫിജിക്കാർഡിലെ വരുമാനം എന്ന് ആലോചിച്ചു. 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഫിജിക്കാട്ടി പറഞ്ഞ മുമ്പാണെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യം. പക്ഷെ ഫിജിക്കാട്ടി വന്ന് ഒരു 1.5-2 വർഷത്തിനിടയ്ക്ക് 20 ലക്ഷം രൂപയുടെ ഒരു കാർ എനിക്ക് അദ്ദേഹത്തിന് അടുത്തൊരു കാർ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. സ്ഥലം എന്റെ പേരിൽ, എന്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ഈ ഫിജിക്കാട്ടി വന്നതിന് ശേഷം സ്വന്തമായിട്ട്, അല്ലെ, നമുക്ക് പല ആൾക്കാർക്കും സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും, അല്ലെ, വസ്തുവൊക്കെ ഉണ്ടാവും. പക്ഷെ അത് അച്ഛന്റെ അമ്മയുടെ ഒക്കെ പേരിലായിരിക്കും കൂടുതൽ ആൾക്കാർ, അവരൊക്കെ ഷെയർ കിട്ടിയ ആൾക്കാരായിരിക്കും. പക്ഷെ സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിച്ച് 1 സെന്റ് സ്ഥലം വാങ്ങണം എന്ന് വെച്ചാൽ അതൊരു പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫിജിക്കാരുടെ മാത്രം വരുമാനത്തിലൂടെ മാത്രം ഒരു 5.5 സെന്റ് സ്ഥലം എന്റെ ഹസ്ബൻഡിന്റെ പേരിലോട്ട് എനിക്ക് ഒരു 5 വർഷം കൊണ്ട്, നിങ്ങൾ ആലോചിക്കണം, ഇത്രയും വർഷം നമ്മൾ ജീവിച്ചു. നിങ്ങൾ എപ്പോഴും ചിന്തി, ഞാൻ എല്ലാവരോടും പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ ഇപ്പൊ നിങ്ങൾ ഈ മൊമെന്റിൽ നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്, ഇത്രയും വർഷം ഞാൻ ജീവിച്ചു, ഞാൻ എന്ത് ചെയ്തു എന്റെ കുടുംബത്തിന് വേണ്ടി. നമ്മൾ ലേഡീസ് ആണെങ്കിൽ വീട്ടില് മക്കൾക്ക് അച്ഛനും അമ്മയ്ക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്ത്, മക്കൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്ത്, ഹസ്ബൻഡിന് ആഹാരം ഉണ്ടാക്കി, ചെറുമക്കൾക്ക് ആഹാരം ഉണ്ടാക്കി, അടുക്കളയിൽ തന്നെ ഒതുങ്ങിക്കൂടുന്നു. നമ്മൾ എന്ത് ചെയ്തു, അല്ലേ? ഹസ്ബൻഡ് ആണെങ്കിൽ നമ്മൾ രാവിലെ പണിക്ക് പോകുന്നു, രാത്രി വരുന്നു, ഒരു മാസ ശമ്പളം നമ്മൾ വീട്ടിൽ കൊടുക്കുന്നു. ഇതിനപ്പുറം നമ്മൾ എന്ത് ചെയ്തു, അല്ലെ? നമ്മൾ ജീവിതം ആസ്വദിക്കുന്നുണ്ടോ? കടങ്ങൾ തീർക്കാനായിട്ട് മാത്രമുള്ള കുറെ ജന്മങ്ങളായിട്ട് കുറെ പേര് നമ്മളെ ചുറ്റുമുണ്ട്. പക്ഷെ അതല്ല ജീവിതം, അതല്ല ജീവിതം. നമുക്ക് നമ്മൾ 40 വയസ്സ് വരെ ജീവിച്ചു, 50 വയസ്സ് വരെ ജീവിച്ചു, 60 വയസ്സ്, 5 വർഷം, ഞാൻ വെറും ഒരു 5 വർഷമേ എടുത്തുള്ളൂ ഫിജിക്കാർഡിൽ. നിങ്ങളൊന്ന് ആലോചിക്കണം, 2 ID സെലസ്റ്റിയം എന്ന റാങ്കിൽ എത്താനും. ഈ 2 ID എത്തിയെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്റെ വരുമാനം കൂടി ഒന്ന് അറിയണം, അല്ലെ? എത്ര ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ കയറി പോയി എന്നുള്ളത് ഒരു 5 വർഷം കൊണ്ടാണ്. ഞാൻ ഈ ഒരു 50 വർഷം ഞാൻ ഒരു കടയിൽ ജോലി ചെയ്താൽ, ഒരു 100 വർഷം ജോലി ചെയ്താൽ പോലും കിട്ടാത്ത വരുമാനം വെറും 5 വർഷം എടുത്ത് 3-4 വർഷം കൊണ്ട് എന്റെ അക്കൗണ്ടിലോട്ട് എത്തി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഫിജിക്കാർഡിന്റെ സാധ്യത മനസ്സിലാക്കണം. വെറുതെ നമ്മൾ എന്താണ് ഒരു നിസ്സാര കാര്യം, അല്ലെങ്കിൽ ഒരു ലോക്കൽ സംഭവം പോലെ ഫിജിക്കാർഡിനെ ആരും കാണരുത്. നമുക്ക് വളരെ, നമ്മൾ വേറെ ഒന്നും ചുറ്റിനുള്ള ഒരു കാര്യങ്ങളും നമ്മൾ നോക്കാതെ നമുക്ക് കിട്ടിയ ഈ അവസരത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി, നമുക്കൊരു സെയിൽ എങ്ങനെ ഓപ്പൺ ചെയ്യാം, നമുക്കൊരു സെയിൽ എങ്ങനെ നമുക്ക് നമ്മുടെ താഴെ കൊണ്ടുവരാം. ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്, അല്ലെങ്കിൽ നെഗറ്റീവ് വിചാരിക്കരുത്. നമ്മൾ ഇതിനകത്ത് ഒരാളെ കൊണ്ടുവരുന്നത് പറ്റിക്കാനോ അല്ലെങ്കിൽ അവരെ നമ്മൾ ഫീലാക്കാനോ ഒന്നുമല്ല. നമ്മളെപ്പോലെ വരുമാനം വാങ്ങിച്ച് നമ്മളോടൊപ്പം എത്തിക്കാനോ നമ്മൾ ഓരോ വ്യക്തികളെയും ഫിജി കാട്ടിക്കൊണ്ടുവരുന്നത്, അല്ലെ? അപ്പം നമ്മൾ ചില ആൾക്കാരുടെ, പല ആൾക്കാരുടെ മൈൻഡ് പല രീതിയാണ്. ചില ആൾക്കാർ പറയും, ഇപ്പൊ ഞാനേ പെട്ടു, ഇനി അവനെയും കൂടി ഇങ്ങോട്ട്. ചില ആൾക്കാർ പറയും, എന്താ വർക്ക് ചെയ്യാത്ത, അല്ലെങ്കിൽ എന്താ ഫോളോ അപ്പ് ചെയ്യാത്ത, അല്ലെ? എനിക്കൊരു ടെൻഷനാണ്, ആളിനി ഇതിനകത്ത് വന്ന് ഒന്നും ആയില്ലെങ്കിലോ, അല്ലെ? ഞാൻ ഒന്നും ആവാത്ത സമയത്താണ് എന്നെ വിശ്വസിച്ച്, സത്യം പറഞ്ഞ ഒരുപാട് കോണ്ടാക്ട് എന്നെ വിശ്വസിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും ആവാത്ത സമയത്ത് ഒന്ന് ആലോചിക്കണം, എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ഈശ്വരൻ ഞാനേ ഒന്നും ആയിട്ടില്ല, ഇനി എവര് വന്നു കഴിഞ്ഞ് ഒന്നും ആയില്ലെങ്കിൽ എവരെല്ലാരും കൂടി എന്നെ കൂട്ടത്തോട് തല്ലാൻ വരും, ഇങ്ങനെയൊക്കെ ചിന്ത നമുക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം, ആത്മവിശ്വാസം എന്ന് പറഞ്ഞ സംഭവം, അത് നമ്മളെ വിട്ട് കളിക്കില്ല എന്നുള്ളതാണ്. അല്ലേ? എന്ത് വന്നാലും മുന്നോട്ട്, അല്ലെ? ഒന്നാലും ചത്താലും എന്ത് വന്നാലും ഇറക്കി തിരിച്ചു എന്നുള്ളൊരു വിശ്വാസം നമ്മളെ എന്താണ് നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിൽ ആർക്കും നമ്മളെ തളർത്താൻ പറ്റില്ല. നമ്മൾ തളരുന്നത് എവിടെയാണ്? നമുക്ക് വിശ്വാസം ഇല്ലാതെ നമ്മൾ തളരുന്നത്, അല്ലേ? നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ തളരും. നമ്മൾ തളരുന്നതിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കണം, നമുക്കേ വിശ്വാസമില്ല. നമ്മളെ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് അടിയുറച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ തളർത്താൻ ആർക്കും പറ്റില്ല. ഒരാൾക്ക് നമ്മളെ തളർത്താൻ പറ്റില്ല. എത്ര നെഗറ്റീവ് വന്നാലും, എത്ര നമുക്ക് ഫിസിക്കാലിൽ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും, എത്ര സെയിൽ ഓപ്പൺ ആയില്ലെങ്കിലും ഞാനിത് ചെയ്യും, ഞാൻ ചെയ്യും, എന്നെ കൊണ്ട് പറ്റും, നടക്കും, നടത്തി കാണിക്കും, അല്ലെ? ഒരു ഡേറ്റ് നമ്മൾ തന്നെ മുമ്പിൽ വെച്ചുകൊണ്ട്, ലീഡേഴ്സിന്റെ വാക്കുകളൊന്നും സമയങ്ങളൊന്നും കേട്ടിരിക്കാതെ, വാക്കുകൾ മീൻസ് അവർ തന്നെ സമയം നോക്കിക്കാൻ നമ്മളൊരു ഡേറ്റ് വെക്കണം മുന്നോട്ട്. മാഡം ഇന്ന് ഇത്രാം തീയതി, അല്ലെ? ഒക്ടോബർ 30 ഞാൻ ഫസ്റ്റ് റാങ്ക് എത്തും, നവംബർ 1 ഞാൻ 3ാമത്തെ റാങ്ക് അടിച്ചിരിക്കും, അല്ലെ? എത്ര പേർക്കുണ്ട് വിശ്വാസമുണ്ട് ഇതുപോലെ ഒരു ഡേറ്റ് നമ്മൾ തന്നെ വെച്ചുകൊണ്ട് റാങ്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്, അല്ലെ? റൈഡർ ഫണ്ട് ഇത്ര 2026 ജനുവരി 1 എന്ന് പറയുന്ന മാസം ഞാൻ റൈഡർ ഫണ്ട് വാങ്ങിച്ചിരിക്കും. നമ്മൾ തീരുമാനം എടുക്കണം. നമ്മൾ തീരുമാനം എടുത്ത് തുടങ്ങുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ തീരുമാനത്തിന് നമ്മൾ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ലീഡേഴ്സ് മേളിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ ചെയ്യൂ, നിങ്ങൾ പ്ലാൻ പഠിക്കൂ, നിങ്ങൾ അത് ചെയ്യൂ. ലീഡേഴ്സ് തീരുമാനിക്കുന്നു, നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. എനിക്ക് പ്ലാൻ പഠിക്കണം, എനിക്ക് അത് ചെയ്യണം, ഇത് ചെയ്യണം, പ്ലാൻ കൊടുക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും എന്താണ് നല്ല രീതിയിൽ വർക്ക് എടുക്കുക, ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ഒരു നെഗറ്റീവിലും തളരാൻ
തളരാതെ നമുക്ക് കിട്ടിയ അവസരം ഫിജിക്കാർഡ് എന്ന് പറയുന്നൊരു ഈ ഫിജിക്കാർഡ് എന്ന് പറയുന്ന അവസരം ഞാൻ എപ്പോഴും പറയും, കിട്ടാതെ ഒരുപാട് ആൾക്കാർ പുറത്ത് നിൽപ്പുണ്ടല്ലേ. ഒരു 100 പോയിന്റിന്റെ ഒരു 50 പോയിന്റിന്റെ ഐഡി അടിക്കാൻ പൈസ ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പേര് ഇന്ന് പുറത്ത് നിൽപ്പുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അവസരങ്ങൾ കിട്ടിയിട്ടും നമ്മള് ചെയ്യാതിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. കുറെ ആൾക്കാർ പറഞ്ഞു, എല്ലാവരുടെ കാര്യമില്ല. അപ്പോ അതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ പറയാണ്, പല സാഹചര്യങ്ങളും നമുക്കുണ്ടാവും വീട്ടിലെ പല അല്ലേ, എല്ലാവർക്കും ഉണ്ടാവും. ഒരാൾ ഇതിനകത്ത് പല ആൾക്കാരും പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പൊ ലീഡേഴ്സിന് ഭാഗ്യമുണ്ട് അല്ലേ, വിജി മാഡത്തിന് ഭാഗ്യം, സബിത മാഡത്തിന് ഭാഗ്യം ഒന്നുമില്ല, അല്ലെങ്കിൽ സ്വപ്ന മാഡത്തിന് ഭാഗ്യമുണ്ട്. എല്ലാവരും അവരവരുടെ ബുദ്ധിമുട്ടിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്, പല ആൾക്കാർക്കും. എല്ലാ ലീഡേഴ്സ് ഇന്ന് ഓരോ റാങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കരയാതെ ഇതിനകത്ത് ആരും ഒരു റാങ്കിൽ എത്തിയിട്ടില്ല. ഞാൻ പ്ലാൻ പറഞ്ഞു തുടങ്ങിയ സമയത്ത് 8 മണിക്കാണ് BOP സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ സത്യം പറഞ്ഞാൽ 6 മണി തൊട്ട് എനിക്ക് വിറയിൽ വരും. അപ്പൊ ഈ 6 മണി തൊട്ട് ഞാൻ വേറെ ഒന്നും ശ്രദ്ധിക്കില്ല. സത്യം പറഞ്ഞാൽ എന്റെ മോനൊക്കെ വിശക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഫുഡ് എടുത്ത് കൊടുക്കാനുള്ള ഞാൻ പറയാം, അവിടെ പോയി പ്ലാൻ കഴിഞ്ഞിട്ട് തരാം, ഉണ്ടാതിരിക്കണം എന്ന് പറഞ്ഞ് ഓടിച്ചിട്ട ദിവസങ്ങളുണ്ട്. പക്ഷെ ഞാൻ പ്ലാൻ പറഞ്ഞ് ടെൻഷൻ അടിച്ച് ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ എന്റെ മോൻ കിടന്ന് ഉറങ്ങിയ ദിവസങ്ങളുണ്ട്. ഒന്നാഴ്ച നമ്മുടെ സാഹചര്യങ്ങളായിരുന്നു, പക്ഷെ അതെന്റെ മാനസിക ബുദ്ധിമുട്ടുകളായിരുന്നു. എനിക്ക് പ്ലാൻ പറയുമ്പോട്ട് ആ ഒരു ടെൻഷൻ അറിയാലോ, പുതിയ ആൾക്കാർക്ക് അറിയായിരിക്കും, പഠിച്ചു തെറ്റിപ്പോവോ, ഇങ്ങനെയുള്ള കുറെ ടെൻഷൻ ഉണ്ട്, ഫേസ് ചെയ്യാനുള്ള ആൾക്കാരെ ഫേസ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു സാഹചര്യം വരെ എനിക്കുണ്ടായിരുന്നു. ഞാൻ അത് കഴിഞ്ഞിട്ട് പ്ലാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ നോക്കുന്ന സമയത്ത് എന്റെ ലീഡേഴ്സ് വിളിക്കുന്നു, അഭിനന്ദിക്കുന്നു, വിജിമയുടെ സൂപ്പർ അടിപൊളി, മറ്റൊരാൾ ഗ്രൂപ്പിൽ എന്റെ ഫോട്ടോ വരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ സന്തോഷിച്ച് തിരിഞ്ഞു നോക്കുമ്പോ എന്റെ മോൻ വിശന്ന് കിടന്ന് ഉറങ്ങുകയാണ്. 8 മണി 8:30 മണി. അപ്പൊ ഞാൻ കരയും അവിടെ ഇരുന്നു. നമുക്കിവിടെ സന്തോഷം, അവിടെ വിഷമം. എന്നിട്ട് ഞാൻ ചെന്ന് അവന്റെ അടുത്ത് കിടന്നിട്ട് ഞാനും ഫുഡൊന്നും കഴിക്കാതെ ഞാനും ഉറങ്ങിയ ദിവസങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ചില സമയങ്ങളിൽ തുടക്കത്തില് പല കാര്യങ്ങളും നമുക്ക് മിസ് ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞത് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാതെ, ഇതിനകത്ത് ഒരുപാട് പേര് കേട്ടോണ്ടിരുന്നിട്ട് ഇപ്പൊ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കാതെയാണോ നമ്മൾ പൈസ ഉണ്ടാക്കാൻ പോകുന്നത്? അങ്ങനെയല്ല. നമ്മൾ ആ സമയത്ത് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഇതിനകത്തായി എന്നുള്ളതാണ്. അങ്ങനെ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് വിജയിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. അതായത് നമ്മളെ ഇമ്പോർട്ടൻസ് നമ്മൾ എന്ത് ചെയ്യണം, പ്രാധാന്യം നമ്മൾ ഫിജിക്കാർഡിന് കൊടുക്കണം. നമുക്ക് എന്ത് ജോലികളും തിരക്കുകളും മറ്റു കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ പോലും അല്ലെ, പല ജോലികൾ ചെയ്യാം, പല സാഹചര്യങ്ങൾ, വീട്ടിൽ പല പ്രശ്നങ്ങൾ, ഇതൊക്കെ ആയിരിക്കും. നമ്മൾ പല ഉത്സവങ്ങൾ, ഇന്ന് നമുക്കറിയാലോ, ഇന്ന് നല്ലൊരു ദിവസമാണ്, ഇന്ന് നമുക്ക് കോവിലിൽ പോകണം, അല്ലെങ്കിൽ പള്ളിയിൽ പോകണം, അല്ലെങ്കിൽ പല കാര്യങ്ങളുണ്ടോ. പക്ഷെ അതിനേക്കാളൊക്കെ മൈൻഡില് ഫിജിക്കാർഡ് 7 വിജി മാഡമാണ് ഗസ്റ്റ്, വിജി മാഡത്തിന്റെ സെക്ഷൻ കേൾക്കണം, ഇങ്ങനെ ആയിരിക്കണം നമ്മുടെ മൈൻഡില്. ദൈവം ഉണ്ട്, ദൈവം എപ്പോഴും ഉണ്ട്. ദൈവത്തിനെ ചിന്തിക്കുക. ദൈവം നമുക്ക് തരുന്ന അവസരമാണ് ഫിജിക്കാർഡ് എന്ന് പറയുന്നത്. ദൈവം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ദൈവം പറയണം, നിനക്ക് ഒരു അവസരം. നമ്മൾ എന്തായിരിക്കും അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ആ പള്ളിയിൽ പോയിട്ട് ദൈവമേ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റി തരണേ, നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തരണേ. അപ്പൊ ദൈവം അവിടെ ഇരുന്നോണ്ട് പറയും, മാറ്റിത്തരാനുള്ള സമയമാണ് ഇപ്പം, നിനക്ക് അവിടെ 7 ക്ലബ്ബ് നടക്കുകയാണ്, നീ ഓടിപ്പിരുന്ന് കേട്ടോ എന്ന് പറയും അല്ലേ. നമ്മൾ അത് കേൾക്കാതെ വീണ്ടും അമ്പലത്തിലോട്ട് ഓടും. പോകുന്നത് തെറ്റുന്നല്ല പറഞ്ഞ് നമ്മൾ ഇമ്പോർട്ടൻസ് എപ്പോഴും പ്രാധാന്യം നമ്മൾ ഫിജിക്കാർഡിന് കൊടുക്കണം. ഞാൻ ഈ ഫിജിക്കാർഡ് കയറിയ ഉത്സവങ്ങളൊന്നും ഞങ്ങൾ എത്രയോ ബന്ധുക്കളുടെ കല്യാണം, എൻഗേജ്മെന്റ്, ഇതിനൊന്നും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഒരു എൻഗേജ്മെന്റ് എൻ്റെ ഒരു സ്വന്തം ചേച്ചിയുടെ മോന്റെ എൻഗേജ്മെന്റിന് ഞാൻ ഒരു പ്രോഗ്രാമിന് കൊല്ലത്തായിരുന്നു, പോകാൻ പറ്റിയില്ല. എനിക്ക് വേണമെങ്കിൽ അന്ന് കാരണം പറയാം, എന്നെ ആരും വഴക്ക് പറയില്ല, എൻഗേജ്മെന്റിന് എനിക്ക് പോകണം. പക്ഷെ അതൊക്കെ എനിക്ക് അന്ന് തുടക്കക്കാലം ഒരു 6 മാസം നമ്മള് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഫിജിക്കാർഡിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും 2026 എന്ന് പറഞ്ഞ വർഷം നിങ്ങൾക്കുള്ളതാണ്, നമുക്കുള്ളതാണ്. ചിന്തിക്കണം. അപ്പൊ എല്ലാവർക്കും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, 8:15 ഒരുപാട് പേർക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം, ഇന്ന് ഈ ഒരു നല്ല ദിവസം എനിക്ക് ഗസ്റ്റ് ആയിട്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. 7 അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഫിജിക്കാർഡിന്. കാരണം എന്റെ ലൈഫ് ഇന്ന് മാറി. ഞാൻ ഇത്രയും നല്ല രീതിയിൽ സത്യം പറഞ്ഞാൽ നല്ലൊരു ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിൽ, നല്ല ഒരു ഡ്രസ്സ് ഇടുന്നുണ്ടെങ്കിൽ, ഇന്ന് എനിക്ക് ഹാപ്പി ആയിട്ട് ഫിനാൻഷ്യലി എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ഇന്ന് എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞാൽ അത് ബോബിച്ചമ്മ. ഞാൻ ദൈവത്തിനോടൊപ്പം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന് ഞാൻ അമ്പലത്തിലോ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഫസ്റ്റ് എന്റെ മുഖത്ത് വരുന്നൊരു ഫേസ് എന്ന് പറഞ്ഞത് സബിത മേഡമാണ്. ആദ്യം ഞാനത് സബിത മേഡത്തിനോട് എപ്പോഴും പറയും, എനിക്ക് ഈ സബിത മേഡം പോയിട്ടേ ഉള്ളൂ ഇന്ന് എന്റെ ലൈഫിൽ സത്യം പറഞ്ഞ ആര്. കാരണം ഒന്ന് മനസ്സിലാക്കണം, ആത്മഹത്യ എന്ന് പറയുന്ന ഒരു സംഭവം എത്ര പേർക്ക് അത് മനസ്സിലാവുന്ന എനിക്കല്ല. അവിടെ നിന്നുകൊണ്ട് ഇന്ന് ഇത്രയും വലിയ എനിക്ക് നല്ലൊരു കുടുംബജീവിതം നയിച്ച് എനിക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്കറിയാം നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം പറഞ്ഞത് സാമ്പത്തികമാണ്. ബാക്കി കാര്യങ്ങളൊക്കെ രണ്ടാമതാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നങ്ങൾ സാമ്പത്തികം. ആ ഒരു ഘടകം എനിക്ക് ഇന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ എനിക്കിന്ന് ഫേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി എത്ര ലക്ഷം രൂപയുടെ കാര്യമാണെങ്കിലും എനിക്കിന്ന് അത് മുന്നിൽ നിന്നുകൊണ്ട് എനിക്കത് നേരിടാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ കാരണം
സബിത മേഡം അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ലീഡേഴ്സും, കൃഷ്ണ സാറായിട്ടും ബാക്കി അബു സാർ, പ്രിൻസ് സാർ, അനൂപ് സാർ, എല്ലാ ലീഡേഴ്സിനും ഞാൻ എന്റെ നന്ദി ഇവിടെ പറയണം. അപ്പോൾ നമുക്കും നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ഒരു 7am സന്തോഷത്തോടെ വന്നിരുന്ന് പറയാൻ പറ്റും. പ്രായം കാര്യങ്ങളൊന്നും നമുക്കിവിടെ വിഷയമല്ല, എഡ്യൂക്കേഷൻ വിഷയമല്ല, നമ്മൾ ചെയ്യാനുള്ള മനസ്സാണ് നമ്മുടെ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ അത് കരുതിക്കൊണ്ട് എല്ലാവരും മുന്നോട്ട് നല്ല രീതിയിൽ പോവുക. അപ്പൊ ഇത്രയും നേരം എന്റെ കഥകളൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ കേട്ട് അടുത്ത വഴിയിലോട്ട് പോവാതെ മനസ്സിലാക്കി ഇന്ന് മുതൽ ഇന്നലെ വരെ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ള വിഷയമല്ല, പക്ഷെ ഇന്ന് മുതൽ നമ്മൾ ഇറങ്ങാതിരുന്നാൽ, എന്റെ ഈ 7am കേട്ടിട്ട് നിങ്ങൾ ഇറങ്ങാതിരുന്നാൽ നിങ്ങൾ മനസ്സിലായിക്കൊണ്ട് നമ്മൾ ഒരിടത്തും എത്താൻ പോകുന്നില്ല. അത് കേട്ടിട്ട് അല്ലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ള ലീഡേഴ്സിനെ വിളിച്ച് ചോദിച്ച് ഇതിലേക്ക് ഇറങ്ങുന്ന എല്ലാവർക്കും 2026 എന്ന് പറഞ്ഞ വർഷം അത് ഞാൻ പറഞ്ഞു നിങ്ങൾക്കുള്ളതാണ്, നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു മെഗാ7am ഞാനിവിടെ വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കുകയാണ്. താങ്ക് യു ഓൾ. താങ്ക് യു നവീൻ സാർ. താങ്ക് യു മാഡം. എന്താ അല്ലേ, നമുക്കൊരു സിനിമ കണ്ട പോലെ തന്നെയാണ്. ഒരു കഥ, ഒരാളുടെ കഥ മൊത്തമായിട്ട് നമുക്കൊരു 7amലൂടെ കിട്ടുകയാണ്. അവരെങ്ങനെയാണ് വളർന്നു വന്നത്, എങ്ങനെയാണ് ഒരു പ്രത്യേക ഒരു സ്റ്റേജിൽ നിന്ന് ഈ ഒരു സ്റ്റേജിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന്. അപ്പൊ പലപ്പോഴും പല ആളുകളുടെ മുമ്പിലേക്കും പല അവസരങ്ങളും വരുന്ന സമയത്ത് നമ്മളത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതിലാണ് അല്ലെ. പല ആളുകളും അവസരം വരും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട് കുറേയധികം ആളുകൾ ഈ ഒരു ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഈ ഫിജി കാർഡിൽ ജോയിൻ ചെയ്തതിന് ശേഷം പല കഴിവുള്ള ആളുകളെയും കണ്ടിട്ടുണ്ട്, കഴിവ് കുറഞ്ഞ ആളുകളെയും കണ്ടിട്ടുണ്ട്, മീഡിയം ലെവലുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലായിട്ട് അവസരങ്ങൾ കിട്ടുന്നത് കൂടുതലായിട്ട് ഏറ്റവും ഒന്നും ഇല്ലാതെ വന്നിട്ട് മുന്നോട്ട് വന്നിട്ട് വലിയൊരു സ്റ്റേജിലേക്ക് എത്തുന്ന ആളുകളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്താ വെച്ചാൽ മറ്റു പല ആളുകൾക്കും ഇതൊരു വാല്യുബിൾ ആയിട്ട് തോന്നിയിട്ടില്ലാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയാണ് ഈ ഫിജി കാർഡ് നമ്മുടെ മുമ്പിലേക്ക് എന്ത് ചെയ്യണം, ഞാനിത് ചെയ്യുന്നു ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യണം. അത് നമുക്ക് എങ്ങനെ അത് മുന്നോട്ട് വരണമെന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം. ഓരോ കാര്യങ്ങളും ഏറ്റെടുക്കണം. ഇതിൽ കുറേയധികം കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ലീഡേഴ്സ് പറയുന്നുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മളെ എത്രമാത്രം ഏറ്റെടുക്കും. ഇത് മറ്റയാൾ ചെയ്യും, ഇവർ ചെയ്യും, അവർ ചെയ്തോട്ടെ, ഇവർ ചെയ്തോട്ടെ എന്ന് മാറി നിൽക്കാതെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതിൽ നല്ലൊരു റാങ്കിലേക്ക് എത്താവുന്ന കാര്യമേ ഉള്ളൂ. വലിയ എന്താ പറയുക, വലിയൊരു ജോലിയൊന്നും അല്ല. നമ്മൾ ഒരു ഫണ്ണായിട്ട് എടുക്കുന്നത് പോലെ തന്നെ ഒരു 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 ഗെയിം കളിക്കുന്നത് പോലെ നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു നല്ല രീതി മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ ഞാൻ പറയാനുള്ളത്, ഇന്ന് കുറച്ച് അധികം പേർക്ക് ഇന്ന് എക്സ്പീരിയൻസ് മാഡത്തിന്റെ ലൈഫ് ഇന്ന് കേട്ട സമയത്ത് കുറേയധികം ആളുകൾക്ക് ഈ ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടാവും. അപ്പോൾ അത് എത്രമാത്രം കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ അതിൽ നിന്ന് കുറച്ച് പേര് മാത്രം 1, 2, 3 പേര് മാത്രം ഞാൻ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. കുറെ നേരമായിട്ട് നമുക്ക് ഇവിടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുള്ള സിദ്ദിഖ് സാറിനെ ഞാൻ ആദ്യമായിട്ട് വെൽക്കം ചെയ്യാണ്. വെൽക്കം സിദ്ദിഖ് സാർ, വെൽക്കം ടു സ്ട്രീം. സിദ്ദിഖ് സാറിനെ ഒന്ന് ഹോസ്റ്റ് ആക്കാൻ പറ്റുമോ? ഓക്കെ പറഞ്ഞോളൂ സാർ. ഓക്കെ, താങ്ക് യു നവീൻ സാറേ, താങ്ക് യു സോ മച്ച്. ഏതായാലും നമ്മുടെ MC നല്ല അടിപൊളിയായിട്ട് സാറ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. അതേപോലെ നമ്മുടെ വിജയാണത്തിൻ്റെ എക്സ്പീരിയൻസ് ശരിക്കും നമ്മൾ ഇരുന്ന് കേൾക്കേണ്ട ഒരു എക്സ്പീരിയൻസ് ആണല്ലേ. നമ്മളൊക്കെ ഫിജി കാർഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരുപാട് ആശങ്കകൾ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് മാഡം ഇന്ന് എടുത്തു പറഞ്ഞത്. അപ്പം നമ്മൾ അർപ്പണബോധത്തോടു കൂടി നമ്മൾ ആ ഒരു ബിസിനസ്സിനെ കൈകാര്യം ചെയ്ത് അല്ല നമുക്ക് വേണമെന്നുള്ളൊരു ഇതിൽ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുക. അതിനെക്കുറിച്ചാണ് മാഡം പറഞ്ഞത്. കാരണം മാഡത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ആദ്യകാലങ്ങളിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഒരു 1000 പേരോളം നമ്മളത് കേട്ടു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, ഈ ഫിജി കാർഡ് ജോയിൻ ചെയ്തിട്ട് നാളെ പറയാം എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മളവിടെ എന്ത് ചെയ്തു എന്നുള്ളതാണ് മാഡം വ്യക്തമായിട്ട് പറഞ്ഞത്. മാഡത്തിന് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ എത്ര നന്ദി പറഞ്ഞാലും മതി. അതുപോലെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊരു തെങ്ങേര തൊഴിലാളിയാണ്. പക്ഷേ ഇന്നിപ്പോൾ ഇന്ന് ഒരു നവമിയായിട്ട് ലീവായതുകൊണ്ടാണ് മാത്രമാണ് ഞാനിന്ന് ഇരുന്ന് മുഴുവൻ കേൾക്കാനുള്ള എനിക്കൊരു അവസരം കിട്ടിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇരുന്ന് കേൾവി കുറവാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു 7am ഒരു VOP ഞാൻ ഒഴിവാക്കാറില്ല. അപ്പോൾ എൻ്റെ ജോലിക്കിടയിലായാലും ജോലി ടൈമാണ്, ജോലിക്കിടയിലായാലും ഞാനത് കേൾക്കാറുണ്ട്. പക്ഷേ നമുക്ക് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് മാഡം പറഞ്ഞത്. നമ്മുടെ കുടുംബത്തിലല്ലേ നമ്മളെ സാമ്പത്തികം ഇല്ലാത്തതിന് പേരും പല കോലത്തിൽ പലരും നമ്മളെ തഴഞ്ഞിടുമ്പോൾ ഇതുപോലൊരു അവസരം നമുക്ക് കൈവന്നിട്ട് അത് എന്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ മുതലാക്കിയില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ചെയ്തില്ല എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ നമ്മൾ ചോദിച്ചു നോക്കുക. അപ്പം ഇതിൻ്റെ ജോയിൻ ചെയ്ത എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, 1000 പേരോളം ഇപ്പോൾ 750 പേരായിട്ടുണ്ട്.
അവരോട് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ബിസിനസ് നമ്മൾ നെഞ്ചിലേറ്റുക, ആത്മാർത്ഥബോധത്തോടു കൂടി നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നു കൊണ്ട് നിർത്തുന്നു. അപ്പോൾ താങ്ക് യു നവീൻ സാറേ, താങ്ക് യു സോ മച്ച്. എനിക്ക് ഇങ്ങനെ ഫീഡ്ബാക്കിന് അവസരം തന്ന നവീൻ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എന്നെ ഇതിലേക്ക് ജോയിൻ ചെയ്യിച്ച എൻ്റെ അപ്ലൈൻ ലീഡേഴ്സിന് എല്ലാവരോടും നന്ദി പറഞ്ഞ്, ഗ്രേറ്റ് നമ്മുടെ ചെയർമാനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു നവീൻ സാറേ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സിദ്ദീഖ് സാർ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു അവസരത്തിലും അല്ലെ, ഈ ഒരു അവസരം കിട്ടിയ സമയത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് SC ഒക്കെ ആവാൻ പറ്റി. വലിയൊരു കൺഗ്രാറ്റ്സ്. അപ്പൊ അടുത്ത് ഞാൻ സെബാസ്റ്റ്യൻ സാറിനെ ഞാൻ വെൽക്കം ചെയ്യാണ്. സെബാസ്റ്റ്യൻ സാർ, വെൽക്കം ടു സ്ക്രീൻ. ഗുഡ് മോർണിംഗ്. താങ്ക് യു സാർ. എല്ലാവർക്കും ഒരു റിച്ച് മോർണിംഗ്. സാറ് പറഞ്ഞു തുടങ്ങി ഞാൻ ഓർക്കുക. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, കണ്ണൂർ പേരാവൂരാണ്. എൻ്റെ സുഹൃത്തും ഞങ്ങളായിരിക്കുന്ന ടീമിൽ ആയിരിക്കുന്ന ആളാണ് മുന്നേ സംസാരിച്ച സിദ്ദീഖ് സാറ്. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ പറഞ്ഞ് ഞാനും 36 വർഷം കഴിഞ്ഞ് 37ാമത്തെ വർഷം പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പാർട്ട് ടൈമറായിട്ട് ജോലി ചെയ്യുന്നു. ജോലിയുടെ തസ്തികയുടെ പേര് കേട്ട് കഴിഞ്ഞാൽ പാർട്ട് ടൈമർ ആണോ എന്ന് സംശയം തോന്നുന്ന ഒരു ജോലിയാണ്. പോസ്റ്റ് മാസ്റ്ററാണ്. പേരാവൂർ എന്ന് പറയുന്നിടത്ത് അതിൻ്റെ ബ്രാഞ്ച്, പേരാവൂർ സബ് ഓഫീസാണ്. അതിൻ്റെ ബ്രാഞ്ചായിട്ട് കൊളക്കാട് എന്ന് പറയുന്നിടത്ത് 36 വർഷം കഴിഞ്ഞ് ജോലി ചെയ്യുന്ന വ്യക്തി. എൻ്റെ ഭാര്യ 30 വർഷം സഹകരണ ബാങ്കിൽ ജോലി ചെയ്തിരുന്നു. ഞാനും ഭാര്യയും കൂടി ഈ ബിസിനസ് കേൾക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തും ബന്ധുവായ ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജോസ് എന്നാണ്. ഈ പേരാവൂർ പ്രദേശത്ത് തന്നെയാണ്. കണ്ണൂരിലെ ടീമിലെ ഒരു 2ാമനോ 3ാമനോ ഒക്കെ ആയിട്ട് അദ്ദേഹം പോകുന്നു. അതിനിടയിൽ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഈ ഫിജി കാർട്ട് ഞാൻ ഏറ്റെടുത്തു? വേഗം പറഞ്ഞു പോകാം. മാഡം പറഞ്ഞു പോയ കാര്യം ആണ് ഫസ്റ്റ് തന്നെ ഞാൻ ഓർക്കുന്നത്. വൈഫും ഞാനും കൂടി ജോയിൻ ചെയ്തെന്ന് പറഞ്ഞു. വൈഫ് ഉള്ളിലിരുന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വീട്ടുകാര്യത്തിനൊന്നും ഇപ്പൊ സമയമില്ല എന്ന്. ഈ നെഗറ്റീവ് നമ്മൾ വീട്ടിൽ നിന്നും പുറത്തു നിന്നും നമ്മൾ കേൾക്കും എന്നുള്ളതാണ് ഇപ്പോഴും കേൾക്കാനുള്ളത്. അപ്പം പുള്ളിക്കാരിയും വൈഫ് 1ാം റാങ്കിലേക്ക് എത്തി നിൽക്കുന്നു. ഈ റീസെന്റ് എന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന ജോസാറിന്റെ ആ ഒരു മിടുക്കുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, ഞാൻ 3rd റാങ്കിലേക്ക് കടന്നിട്ടുണ്ട്. ഈ മാസം മുതൽ അതിൽ മന്ത്ലി പെർഫോമൻസ് മേടിക്കാനായിട്ടും എൻ്റെ ലീഡേഴ്സായ എല്ലാവരെയും ഞാൻ ഓർക്കുന്നു. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു, ദൈവത്തെ ഓർക്കുന്നു. ഇന്ന് ഗാന്ധി ജയന്തിയാണ്. ഗാന്ധി ജയന്തിയുടെ ഒരു പ്രോഗ്രാം, ഒരു സംഘടനയുടെ ജനശ്രീ, ആ സംഘടനയുടെ ഒരു പ്രോഗ്രാം 9 മണിക്കുണ്ട്. എന്നെ അതിന്റെ ചെയർമാൻ ഇന്നലെ രാത്രി വിളിക്കുന്നു. സാറേ 9 മണിക്കാണ് പ്രോഗ്രാം, സാർ ഒരു 2 മിനിറ്റ് സംസാരിക്കാൻ തയ്യാറായിട്ട് വരണം എന്ന് പറയാൻ മാത്രം ഫിജി കാർട്ട് എന്നെ വളർത്തിയെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഫിജി കാർട്ടിൽ വന്ന ശേഷമാണ് 2 വാക്ക് പറയാൻ. അത് നമ്മളെ ഈ സ്ക്രീനാണ് അല്ലെ, നമ്മുടെ സേവനയമാണ് എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ ടീമിലുള്ള. പക്ഷേ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി. ഒരു 7 മണിക്ക് മുന്നേ ജോയിൻ ചെയ്തു. കുറെ ആളുകളെ വിളിച്ചു. എൻ്റെ കൂട്ടത്തിൽ കടന്നു വന്ന് കേൾക്കേണ്ട പലരും കേട്ടിട്ടില്ല. ഇനിയിപ്പം ഞാനിത് വിജി മാഡത്തിന്റെ എക്സ്പീരിയൻസ് എത്രത്തോളം പറഞ്ഞു ബോധിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതാണ്, നമുക്ക് ദൈവം അവസരം മാത്രമേ തരുള്ളൂ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു സാറേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ.